ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടൊരു പ്രഭാതം കൂടി ദൈവം നമുക്ക് ദാനമായി നൽകി. ഇന്നും കർത്താവിൻ്റെ അത്യന്ത ശക്തിയിൽ നിൽപ്പാൻ ദൈവം ഇന്ന് പകലിൽ നമുക്ക് കൃപ തന്നല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാലാവസ്ഥകളൊക്കെ ദൈവം നമുക്ക് അനുകൂലമാക്കി തന്നിരിക്കുന്നു. ഇന്ന് പകലിൽ നമ്മളായിരുന്നിടത്തൊക്കെ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ബാധകളിൽ നിന്നെല്ലാം ദൈവം നമ്മളെ വിടുവിച്ചു. തന്റെ സ്നേഹത്താൽ നമ്മളെ പരിപാലിച്ചു. ഇന്ന് ഈ രാത്രിയിൽ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ ക്രമീകരിച്ചത് ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ, പരിശുദ്ധാത്മാവേ, അങ്ങയുടെ അധികമായ സാന്നിധ്യത്തെ ഞങ്ങൾ ചോദിക്കുകയാണ്. കർത്താവേ, ഹല്ലേലൂയ, സകലതും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. അവിടുത്തെ തൃപ്പാദത്തിൽ ഞങ്ങൾ ഏൽപ്പിക്കുമ്പോൾ അങ്ങ് ശക്തിയോടുകൂടി ഞങ്ങളുടെ ഹൃദയത്തോടും ആത്മാവോടുകൂടി ഒരുപോലെ ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ സമയം ഞങ്ങൾ യാത്രയിലായിരിക്കുന്നവരെല്ലാം ഞങ്ങൾ ഓർക്കുകയാണ്. സന്തോഷത്തോടെ കടന്നു വരുവാൻ ദൈവം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് ഞങ്ങളുടെ നടുവിലുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന സ്തോത്രം. അങ്ങേ പോലെ ഒരു ദൈവമില്ല. അങ്ങയുടെ നാമത്തെ പോലെ ഉയർത്തുവാൻ മറ്റൊരു നാമവുമില്ല. അങ്ങയോട് ചേർന്നിരിപ്പാൻ തക്കവണ്ണമുള്ള മറ്റൊരു സ്നേഹിതൻ ഞങ്ങൾക്കില്ല. ഞങ്ങളോട് കൂടെ നടക്കുവാൻ തക്കവണ്ണമുള്ള ഏറ്റവും നല്ല ശ്രേഷ്ഠനായ മഹാപുരോഹിതൻ മറ്റൊന്നുമില്ല എന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവ്, എന്ന് കർത്താവ് ഈ രാത്രിയിൽ ഞങ്ങൾ ഉയർത്തുന്നത് ലോകത്തെ വിധിപ്പാൻ വരുന്നവനും ആ ന്യായാധിപത സംഘത്തിന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ഹല്ലേലൂയ ന്യായം വിധിക്കുന്നവനുമായ സ്വർഗീയ താതനും പരിശുദ്ധനുമായ ആ പാറയെ പിളർന്ന് ഞങ്ങൾക്ക് സ്നേഹസ്വരൂപനായ പുത്രന്റെ ഹല്ലേലൂയ ആ സ്നേഹവും മധുരവും ഞങ്ങൾക്ക് പകർന്നു തന്നത് ഓർത്തും ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ അങ്ങേ ഞങ്ങൾ ഉയർത്തുകയാണ്. കർത്താവേ, ആ ന്യായവിധി ദിവസത്തിന് മുമ്പിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ വിശുദ്ധരും നിഷ്കളങ്കരും നിർമ്മലരുമായി ഞങ്ങൾ വിളങ്ങേണ്ടതിന് ഞങ്ങളുടെ സകല പ്രവർത്തികളെയും അങ്ങയുടെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവേ, പുകഴുവാനൊന്നുമില്ലേ? ഹല്ലേലൂയ, അങ്ങ് തന്നതല്ലാതെ ഒന്നുമില്ല. കർത്താവേ, ഇന്ന് രാത്രിയിൽ ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഉയർത്തുമ്പോൾ അങ്ങയുടെ നാമം മഹത്വം എടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, അങ്ങയുടെ ശക്തിയുടെ അഭിഷേകം ഞങ്ങൾ ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഈ ആലയത്തിന്റെ ചുറ്റും അങ്ങയുടെ മഹനീയ സാന്നിധ്യം ഉള്ളത് കൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ ആയിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങൾ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നയിക്കണമേ. കർത്താവേ, അപ്പൊ അങ്ങയെ അധികമായി സ്നേഹിപ്പാൻ, അങ്ങയെ ആഴത്തിൽ അറിയുവാൻ, അങ്ങയുടെ ഹൃദയത്തോട് ചേർന്നിരിക്കുവാൻ, അങ്ങയോട് ചേർന്ന് നടക്കുവാൻ, അങ്ങയുടെ ഒപ്പം ഭക്ഷിപ്പാൻ, അങ്ങയുടെ ഒപ്പം ഹല്ലേലൂയ ആത്മനിറവിൽ ജീവിപ്പാൻ, ആത്മാവിനനുസരിച്ച് നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവേ, അങ്ങയുടെ വലിയ സ്നേഹത്തെ, അങ്ങയുടെ വലിയ ഇഷ്ടത്തെ ചെയ്യുവാൻ, അങ്ങയുടെ ഹിതത്തെ ചെയ്യുവാൻ ഈ പുത്രനെ ഭൂമിയിലേക്ക് അഴച്ചുകൊണ്ട് ചെയ്ത നല്ല പ്രവർത്തികൾ ഇന്നും രാത്രിയിൽ ഞങ്ങൾ ഓർത്ത് നന്ദി ഉയർത്തുകയാണ്. കർത്താവേ, സ്തോത്രം. അങ്ങ് അത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ എന്ന് കർത്താവേ, ഹല്ലേലൂയ, പാപികളിൽ പ്രധാനികളായി ജീവിച്ചു പോയാൽ. എന്നാൽ ഞങ്ങൾക്ക് വേണ്ടി ഒരിക്കലായി മരിച്ച് മരണത്തിന്റെ അധികാരിയായിരുന്ന പിശാചിനെ തന്റെ മരണത്താൽ നീക്കിയത് ഓർത്ത് ഇന്ന് രാത്രിയിൽ ഞങ്ങൾ നന്ദി പറഞ്ഞു ഉയർത്തുകയാണ് ആ വലിയ നാമത്തെ. പ്രൈസ് ദി ലോർഡ്. മുഴുവൻ മഹത്വം തരുന്ന കർത്താവേ, ആമേൻ, ആമേൻ. പ്രൈസ് യു ജീസസ്. പിളർന്നതാം പാറയേ, നിന്നിൽ ഞാൻ മറയട്ടെ. പിളർന്നതാം പാറയേ, അപ്പാ, നിന്നിൽ ഞാൻ മറയട്ടെ. സംഗീതമേ, എനിക്കാനന്ദമേ, നിന്നിൽ ചാരിടുന്നവർക്ക് ആശ്വാസമേ. നിന്നാത്മബലം എനിക്കാനന്ദമേ. പിളർന്നതാം പാറയേ, നിന്നിൽ ഞാൻ മറയട്ടെ. പിളർന്നതാം പാറയേ, നിന്നിൽ ഞാൻ മറയട്ടെ. ലോകത്തിൽ കഷ്ടമുണ്ട്, എന്നാൽ ജയിച്ചവൻ കൂടെയുണ്ട്. ലോകത്തിൽ കഷ്ടമുണ്ട്, എന്നാൽ ജയിച്ചവൻ
അവൻ കൂടെയുണ്ട്. തീയമ്പുകൾ ശത്രുവെയ്തിടുമ്പോൾ തൻ ചിറകിൻ നിഴലിൽ അഭയം തരും. തീയമ്പുകൾ ശത്രുവെയ്തിടുമ്പോൾ തൻ ചിറകിൻ നിഴലിൽ അഭയം നൽകും. പിളർന്നതാ പാറയെ ചേർന്ന് പാടിയാട്ടെ. നിന്നിൽ ഞാൻ മറയട്ടെ. സ്നേഹത്തോടെ പിളർന്നതാം പിളർന്നതാ പാറയെ. അപ്പാ നിന്നിൽ ഞാൻ മറയട്ടെ. സംഗീതമേ സംഗീതമേ എനിക്കാനന്ദമേ നിന്നിൽ ചാരിടുന്നവർക്ക് ആശ്വാസമേ. നിന്നാത്മബലം എനിക്കാനന്ദമേ. പിളർന്നതാം പിളർന്നതാ പാറയെ. നിന്നിൽ ഞാൻ മറയട്ടെ. ഏകനെന്ന് നിന്നിൽ ഞാൻ മറയട്ടെ. കർത്താവേ, ഞങ്ങൾ വെറുതെ പാടുന്നതല്ല കർത്താവേ. ഹല്ലേലൂയ. വിശ്വസിക്കുവാൻ ഞങ്ങളുടെ പ്രയത്നങ്ങളൊന്നും ഹല്ലേലൂയ തകർന്നു പോവാതെ ഹല്ലേലൂയ നിശ്ചയതയിലേക്കുള്ള ദർശനത്തെ ഓരോ ദിവസവും ഞങ്ങൾ ഉറപ്പ് ഞങ്ങളുടെ ആത്മാവിനെ ബലപ്പെടുത്തുന്ന ശക്തിയുടെ ഉയർച്ചയാണ് ഞങ്ങൾ ഇന്ന് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ രാത്രിയിൽ ചേർന്ന് സന്തോഷത്തോടെ എന്റെ നിക്ഷേപം നീ തന്നെയാ എന്ന് ചേർന്ന് പാടി ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരങ്ങളെ തട്ടി സന്തോഷത്തോടെ ഹല്ലേലൂയ. എന്റെ നിക്ഷേപം നീ തന്നെ. എന്റെ നിക്ഷേപം നീ തന്നെയാ. എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ. എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. എന്റെ നിക്ഷേപം നീ തന്നെയാ. എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ. എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. വേഗത്തിൽ വരുമേ, വേഗത്തിൽ വരുമേ എന്നെയും ചേർത്തിടുവാൻ. വേഗത്തിൽ വരുമേ, വേഗത്തിൽ വരുമേ എന്നെയും ചേർത്തിടുവാൻ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ മാറനാഥ മാറനാഥ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ മാറനാഥ മാറനാഥ. എന്റെ നിക്ഷേപം നീ തന്നെയാ. എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ. എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. കൺകളാൽ കാണുമേ, കൺകളാൽ കാണുമേ എൻ പ്രിയ രക്ഷകനെ. കൺകളാൽ കാണുമേ, കൺകളാൽ കാണുമേ എൻ പ്രിയ രക്ഷകനെ. സുന്ദര രൂപനെ വന്ദിതനാഥനെ മാറനാഥ മാറനാഥ. സുന്ദര രൂപനെ വന്ദിതനാഥനെ മാറനാഥ മാറനാഥ. എന്റെ നിക്ഷേപം നീ തന്നെയാ. എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ. എന്റെ
എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. കണ്ണുകളാൽ കാണുമേ, കണ്ണുകളാൽ കാണുമേ എൻ പ്രിയ രക്ഷകനെ. കണ്ണുകളാൽ കാണുമേ, കണ്ണുകളാൽ കാണുമേ എൻ പ്രിയ രക്ഷകനെ. സുന്ദര രൂപനെ, വന്ദിതനാഥനെ, മാറനാഥ മാറനാഥ. സുന്ദര രൂപനെ, വന്ദിതനാഥനെ, മാറനാഥ മാറനാഥ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. ആയിരം വാക്കുകൾ മിണ്ടിയാൽ പോരായേ, കാന്തണമെന്നേശുവേ. ആയിരം വാക്കുകൾ മിണ്ടിയാൽ പോരായേ, കാന്തണമെന്നേശുവേ. ദിനത്തോറും വേണമേ, വരുവോളം വേണമേ, മാറനാഥ മാറനാഥ. ദിനത്തോറും വേണമേ, വരുവോളം വേണമേ, മാറനാഥ മാറനാഥ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെ. യേശുവേ, യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. എൻ്റെ നിക്ഷേപം, എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. ടക്കം നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം വേൾഡിനെ കുറിച്ചാണ്. നമ്മൾ പഠിച്ച ആദ്യത്തെ കുറിവാക്യം ഇതാണ്, യാക്കോബ് 4:4 അല്ലേ? വ്യഭിചാരിണികളായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് ചോദിച്ച് അറിയണമെന്നൊരു വാക്കാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ? അതുകൊണ്ട് ലോകത്തിന് സ്നേഹിതനാകാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിൻ്റെ ശത്രുവായി തീരുന്നു എന്ന് വേദോസം അടിവരായിട്ട് പഠിപ്പിക്കുക നമ്മളെ. ഹല്ലേലൂയ. അപ്പോൾ ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തൊരു കൂട്ടരുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ച് ദൈവത്തിൻ്റെ മക്കളായി തീർന്നവർക്ക് മാത്രമേ ഉള്ളൂ. ലോകം അവർക്ക് ഒട്ടും യോജിച്ചതല്ലെന്നൊക്കെ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് കാണുവാനിടയായി തീർന്നു നമ്മളെല്ലാം. ഹല്ലേലൂയ. യാക്കോബ് അപ്പോസ്തലനായ യോഹന്നാൻ എഴുതി വെച്ചിരിക്കുന്ന ലേഖനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. വരും ദിവസങ്ങൾ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കും. ലോകത്തിലുള്ളത് എന്തൊക്കെയാണെന്നും എന്താണെന്നൊക്കെ ആഴമായി പിന്നീട് പഠിക്കും. അപ്പോൾ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുതെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹമില്ല. എന്നിട്ട് താഴേക്ക് പഠിച്ചു വരിക, ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ഹല്ലേലൂയ. അപ്പോൾ ലോകത്തിലുള്ളതിൻ്റെ വ്യത്യസ്തമായ മറ്റൊരു വാക്യങ്ങളാണ് ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപമൊക്കെ എവിടെയുള്ളതാണ് അതെല്ലാം ലോകത്തിലുള്ളതുകൊണ്ട്. തൊട്ടുമുകളിൽ 15 വാക്യം പറഞ്ഞു വരുന്നത് ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. എന്നിട്ട് പറയുക, ജഡമോഹം, കൺമോഹം, ജീവനത്തിലെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളത് എല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നത്രേ ആകുന്നത്. കൺമോഹം എന്താണെന്നും ജഡമോഹം എന്താണെന്നൊക്കെ, ജീവിതത്തിൽ പ്രധാനം എന്താണെന്ന് പിന്നീട് നമ്മൾ സൗകര്യം പോലെ നമ്മൾ പഠിക്കും അതിനെക്കുറിച്ചൊക്കെ. ഇതെല്ലാം ലോകത്തിൻ്റെതാണ് അല്ലേ? കൺമോഹം ലോകത്തിന് ആഴമായി പഠിക്കേണ്ട വിഷയമാണ്. നമുക്കൊരിക്കലും ഒരു പാപത്തിൽ വീണ മനുഷ്യൻ്റെ ഒരിക്കലും കണ്ണുകളെ നിയന്ത്രിക്കാൻ നമ്മളെക്കൊണ്ട് കഴിയുന്നില്ല, നാവുകളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല പലപ്പോഴും. അതിനൊക്കെ എവിടെയാണ് റൂട്ട് കോസ് കിടക്കുന്നത്, എവിടെയാണെന്ന് വരും ദിവസങ്ങളിൽ നമ്മൾ ഇവിടെയില്ല, താഴത്ത് നമ്മൾ ഡെലിവറൻസ് ക്ലാസ് നമ്മൾ ആഴമായി അതിനെക്കുറിച്ചൊക്കെ പഠിക്കും. ഹല്ലേലൂയ. അപ്പോൾ ജഡമോഹം, കൺമോഹം, പിന്നെ എന്താ ജീവനത്തിൻ്റെ, ഇത് മൂന്നും എവിടെ നിന്നാണ് ഉള്ളത്? ലോകത്തിലുള്ളതാ അല്ലേ? ലോകത്തെയും ലോകത്തിലുള്ളതിനെ വ്യത്യാസമുണ്ട്. ലോകമെന്ന് പറയുന്നത് നമ്മളെ ഏൽപ്പിച്ച ഒരു എന്താ പറയുക, ഒരു 6ാമത്തെ കിങ്ഡം, 6th കിങ്ഡം നമ്മളെ ഏൽപ്പിച്ചതാ ഭരിക്കുവാൻ അല്ലേ? 6 രാജ്യങ്ങളെ ഭരിക്കുവാൻ ദൈവം നമ്മളെ ഏൽപ്പിച്ചതാ. അത് നമ്മൾ കൈമാറ്റപ്പെട്ടു പോയി. ദൈവത്തോടുള്ള അനുസരണക്കേട് നിമിത്തം പൂർവ്വപിതാവായ ആദം അത് നശിപ്പിച്ചു കളഞ്ഞ് നമുക്ക് എല്ലാവർക്കും അറിയാം. 2, ലോകത്തിലുള്ളതുണ്ട്, അവൻ ലോകത്തിൽ സ്ഥാപിച്ചതുണ്ട്. അതാണ് ഈ പിശാചിനാൽ അല്ലെങ്കിൽ പിശാചിനെ മനുഷ്യൻ
അടിയറവ് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ പിശാചിലേക്ക് നമുക്ക് ലഭിച്ച അധികാരങ്ങളൊക്കെ കൈമാറിയപ്പോൾ അവൻ ഈ ലോകത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് ഈ ലോകത്തിനകത്ത്, അല്ലേ? അതിൻ്റെയൊക്കെ പല കാര്യങ്ങളുണ്ട്. അതിൽ ജഡമോഹം, കൺമോഹമൊക്കെ ഉണ്ട്. ജീവനത്തിൻ്റെ പ്രതാപമൊക്കെ ഈ ലോകത്തിലുള്ളതാണെന്ന കാര്യം മറന്നു പോകരുത്. അപ്പോൾ ഇത് ഒറ്റവാക്കിൽ പറഞ്ഞതേ ഉള്ളൂ. ജഡമോഹം എന്താണെന്നൊക്കെ ആഴമായി പഠിക്കും. എന്താണ് ജഡമെന്നും ജഡം എവിടെയാണ് നമ്മുടെ അകത്ത് കിടക്കുന്നത്, അല്ലേ? ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യം പറയുമ്പോൾ ദൈവം മനുഷ്യനെ ജീവനുള്ള ദേഹിയിൽ നിർത്തിയെന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നല്ലേ? മനുഷ്യൻ ജീവനുള്ള ദേഹിയിൽ അവിടെ ദൈവം മനുഷ്യനെ ജീവിക്കുവാൻ വെച്ചത്, അവിടെ ദേഹിയിൽ, അല്ലേ? സോളിൽ ജീവിക്കാൻ വെച്ചത് നമുക്കറിയാൻ കഴിയും, അല്ലേ? എന്നാൽ 6-ാം അധ്യായം വന്നപ്പോൾ, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ വന്നപ്പോൾ അവിടെ ഒരു വാക്യം, പുതിയതായൊരു വാക്യം വെളിപ്പെട്ട് വരികയാണ്. അത് മറ്റൊന്നുമല്ല, ജഡം എന്ന് പറഞ്ഞ വാക്യം, അല്ലേ? ഞാനിനി അവരോട് വാദിച്ചു കൊണ്ടിരിക്കത്തില്ല, അവർ തനി ജഡം തന്നെയില്ല. അവിടെ മുതലാണ് ജഡത്തിൻ്റെ ഒരു പ്രവർത്തികളും ജഡം എന്താണെന്ന് പഠിപ്പിച്ചു വരുന്നത്. അപ്പോൾ മനുഷ്യൻ ദേഹിയിൽ നിന്ന് ജഡത്തിലേക്ക് വീണുപോയി, അല്ലേ? മനുഷ്യൻ്റെ കൺട്രോളിലല്ലാത്ത ശരീരത്തോട് പറ്റിച്ചേർന്നിരിക്കുന്ന ദേഹിയുമായിട്ട് മനുഷ്യൻ വീണുപോയി. അന്ന് മുതൽ മനുഷ്യനെ ജഡത്തിൽ ജീവിക്കുവാൻ ദൈവം കൈവിട്ടു കൊടുത്തതാണ്, അല്ലേ? എന്നാൽ ക്രിസ്തുവിലൂടെ കർത്താവ് നമ്മെ വിളിച്ചത് ദേഹിയിൽ നിർത്താൻ വേണ്ടിയല്ല, ജഡത്തിൽ നിർത്താൻ വേണ്ടിയില്ല, നമ്മെ രക്ഷിച്ചിട്ട് ആത്മാവിലേക്ക് പൊക്കി വെച്ചു. അത്ര അവർക്ക് മനസ്സിലായിട്ടൊന്നും എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. ഇന്നൊരു പുതിയ ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് ആത്മാവിലുള്ള ജീവിതമാണ്. ദേഹിയിൽ നിർത്തിയ മനുഷ്യൻ വീണുപോയി. 6-ാം അധ്യായം വന്നപ്പോൾ ദേഹി ജഡത്തിൽ വീണ മനുഷ്യൻ വീണ്ടും വീണുപോയി, അല്ലേ? നമുക്കറിയാം, വീണ മനുഷ്യൻ വീണ്ടും അവിടെ തന്നെ കിടക്കുക. എന്നാൽ നമ്മെ രക്ഷിച്ചെടുത്തിട്ട് ദൈവം കർത്താവ് ചെയ്ത ഏറ്റവും വലിയ പദ്ധതി അറിയാമോ? ദേഹിയിൽ നിർത്തിയാൽ വീണ്ടും വീഴും, ജഡത്തിൽ നിർത്തിയാൽ വീണ്ടും വീണു പോകും നമ്മൾ. എന്നിട്ട് ആത്മാവിലേക്ക് പൊക്കി നിർത്തി. എന്നിട്ട് പറയാ, ആത്മാവിനാൽ ജഡത്തിൻ്റെ മോഹങ്ങളെ ജയിക്കുക, കൺമോഹങ്ങളെ ജയിക്കുക, അല്ലേ? ജീവിതത്തിൻ്റെ പ്രതാപമൊക്കെ ജയിക്കുവാൻ നമ്മൾ വെച്ചിരിക്കുന്ന ഏക മാർഗം ആത്മാവിൽ മാത്രമേ കഴിയത്തുള്ളൂ. അത് പുതിയ നിയമത്തിൻ്റെ ഏറ്റവും മനോഹരമായൊരു പഠനമാണ് ആത്മാവിലുള്ള ജീവിതം, ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്ന് പറയുന്നത്, അല്ലേ? അല്ലാത്തൊരു മനുഷ്യനും ഈ പറഞ്ഞ ലോകത്തിലുള്ളതിനെ എന്ന് പറഞ്ഞാൽ ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം എന്ന് പറയുന്ന 3 സെക്ഷനിലാക്കിയിട്ട് പിശാച് ലോകത്തിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, അല്ലേ? അതിന് ജയിക്കുവാൻ നമുക്ക് ആരും കൂടെ കഴിയത്തില്ല. കാരണം ഇതിൻ്റെയൊക്കെ റൂട്ട് കോസ് ഈ കണ്ണ് നോക്കുന്നതിൻ്റെയൊക്കെ വേര് കിടക്കുന്നത് ഹൃദയത്തിന് ആഴത്തിലാണ് കിടക്കുന്നത്, ഹൃദയത്തിനകത്താണ് കിടക്കുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ആ ഡെപ്പോസിറ്റാണ് കിടക്കുന്നത്. അവിടെ മുതൽ പുതിയ നിയമസഭയുടെ ശുദ്ധീകരണം ആരംഭിക്കുക. പഴയ നിയമത്തിൽ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, പഴയ നിയമത്തിൽ പാപം ചെയ്തു കഴിഞ്ഞാൽ മനുഷ്യൻ ആ പാപം മറക്കാൻ വേണ്ടി ന്യായപ്രമാണം കൊണ്ട് പൊതിഞ്ഞ് കെട്ടുമായിരുന്നു. അതാണ് പഴയ നിയമം എന്ന് പറയുന്നത്. പക്ഷെ അകത്തെന്തിരിക്കുക? പഴുത്ത് ചീഞ്ഞിരിക്കുക. ന്യായപ്രമാണം കൊണ്ട് വെറുതെ പുറത്ത് ചുറ്റിവെക്കും പഴയ നിയമം എന്ന് പറയുന്നത്. പക്ഷെ പുതിയ നിയമം അതല്ല. പുതിയ നിയമം പുറത്ത് ചുറ്റുന്ന പരിപാടിയില്ല. അകത്ത് ആൻറ്റിബയോട്ടിക് ഗുളിക കൊടുത്ത് അകത്ത് പഴുപ്പിൻ്റെ മൂലകാരണങ്ങൾ കണ്ടെത്തി അതിനെ എന്താ പറയുക, ഹീലിംഗ് പരിപാടിയാണ് പുതിയ നിയമം എന്ന് പറയുന്നത്. അതൊക്കെ മനസ്സിലാവുന്ന ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓക്കെ, മുന്നോട്ട് കടന്നു പോകാൻ നമുക്ക് അതിനെക്കുറിച്ച് ആഴമായി പഠിച്ചതാണ്. ജസ്റ്റ് ഇപ്പോൾ ഓർപ്പിച്ചത് മാത്രം പറഞ്ഞു പോയതാണ്. നമ്മളെന്താണ് ലോകത്തിൻ്റെ പ്രഭു ആരാണെന്നൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യമാണ്, വിട്ടുപോകുകയാണ്. ദൈവം മനുഷ്യനെ ഭരിക്കുവാൻ വേണ്ടി വെച്ചു. എന്നാൽ 6th കിങ്ഡത്തിൽ നിന്ന് മനുഷ്യൻ വീണുപോയി. ആ 6ാമത്തെ രാജ്യം ഇന്ന് ഭരിക്കുന്നത് പൈശാചിക ലോകമാണെന്ന കാര്യം മറന്നു പോകരുത്. അതുകൊണ്ട് 666 എന്നൊക്കെ പറയാൻ കാരണം, ദൈവം ത്രിയേകനായിരിക്കുന്നത് പോലെ മനുഷ്യനും ത്രിയേകനായിരിക്കുന്നത് പോലെ പിശാചിനുമുണ്ട് തൃത്വം. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ദൈവം പിതാപുത്ര പരിശുദ്ധാത്മാവായിരിക്കുന്ന പോലെ മനുഷ്യൻ ദേഹം ദേഹി അല്ലെങ്കിൽ ആത്മാദേഹം ദേഹി ആയിരിക്കുന്നത് പോലെ പിശാചിനുമുണ്ട് തൃത്വം, അല്ലേ? എന്താ പറയുക, പഴയ പാമ്പ് അല്ലെങ്കിൽ സാത്താൻ എന്ന് പറയുന്നവൻ, 2 കള്ളപ്രവാചകൻ, പിന്നെ എതിർ ക്രിസ്തു എന്ന് പറയുന്ന തൃത്വത്തിലാണ് അവനും വർക്ക് ചെയ്തത്. അതുകൊണ്ട് 666 എന്നൊക്കെ ഇവിടെ ഉണ്ട് എല്ലാവരും. ഓക്കെ, എല്ലാം പറഞ്ഞു വെച്ചിരിക്കുന്നത് ഓക്കെ എന്ന് പോവട്ടെ, നമുക്ക് മുന്നോട്ട് കടന്നു പോകാം. നമ്മൾ അതിനെക്കുറിച്ച് ആഴമായി കണ്ടതാണ്. പരസംഗം ഹേതുവായിട്ട് പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ ഒരു മനോഹരമായ പഠനമാണ് പരസംഗം ഹേതുവായിട്ടല്ലേ. പരസംഗം എന്ന് പറഞ്ഞാൽ വിവാഹത്തിന് ശേഷമുള്ളതല്ല, പിന്നെ എപ്പോഴുള്ളതാ? എൻഗേജ്മെൻറ്റ് കഴിഞ്ഞാൽ വിവാഹം നടക്കുകയില്ല എന്ന് നമുക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞ് അവസാനിപ്പിച്ചതാണ്. നമ്മൾ ഇപ്പോൾ ലാസ്റ്റ് കണ്ടത് ഈ വാക്യങ്ങളാണല്ലേ. മത്തായി മാർക്കോസും ലൂക്കോസും പറയുന്നതിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. നമുക്ക് എന്താ, ഈ ലോകത്തിലെ ചിന്തകൾ ഒരു മനുഷ്യനെ കാർന്നു തിന്നും. വൈറസാണ് ഈ ലോകത്തിൽ നമ്മളെ കാർന്നു തിന്നുന്ന ഏറ്റവും വലിയ വൈറസാണ് ഈ ലോക ചിന്തകൾ. അത് പിശാചിടുന്ന കാര്യമാണ്. കാരണം ഈ ലോകത്തിലെ പ്രഭുവാരാ?
പിശാചാണ്. അവൻ നമ്മുടെ ഒരു പ്രത്യേകിച്ച് ഒരു വിശ്വാസിയുടെ അകത്തേക്ക് അവൻ ലോക ചിന്തകൾ ഇടുകയാണ്, ലോകത്തിലെ ആകുല ചിന്തകൾ. ഇല്ല, 90% വിശ്വാസികൾ അവരുടെ പ്രാർത്ഥന വിഷയം പറഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾ മാറുവാൻ വേണ്ടിയാണ് ഒരു വിശ്വാസിയുടെ പ്രാർത്ഥന വിഷയത്തിൽ 99%. വളരെ ചുരുക്കം പേരേ ഉള്ളൂ എനിക്ക് ദൈവത്തിൻ്റെ ഹിതം ചെയ്യണം, എനിക്ക് ആത്മാവിൽ ദൈവത്തിന് ഇഷ്ടം ചെയ്യണം, അവിടുത്തെ ഹിതം ദൈവത്തിന് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം, ദൈവീയ ഇഷ്ടം ഭൂമിയിൽ എനിക്ക് ചെയ്യണം എന്നൊക്കെ പറയുന്നത് വളരെ ചുരുക്കം ചിലർ മാത്രമേ ഉള്ളൂ. ബാക്കി നല്ലൊരു ശതമാനം വിശ്വാസികളും ആശ്വാസവാക്കുകൾ കേട്ട് അല്ലെങ്കിൽ ആകുല ചിന്തകൾക്ക് വേണ്ടി വരുന്ന ആൾക്കാർ നല്ലൊരു ശതമാനം വിശ്വാസികൾ. നമുക്കറിയാം, ആ ചിന്തകൾ നമ്മുടെ അകത്തേക്ക് കയറ്റിവിട്ടിട്ട് നമ്മുടെ അകത്ത് വരുന്ന വചനത്തേക്ക് നിഷ്ഫലമാക്കി കളയുമെന്ന് നമ്മൾ കണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം, അല്ലേ? എന്നാൽ മത്തായി എഴുതുമ്പോൾ വേറൊരു വാക്കാ മത്തായി പറയുന്നത് വേറൊരു അർത്ഥം കൂടി വിളിച്ചാൽ പറയുന്നത്, അല്ലേ? മുള്ളിനിടയിൽ വിതക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നു എങ്കിലും ഈ ലോക ചിന്തകളും, നമുക്ക് ആ വിഷയം മാത്രം എടുത്താൽ ഈ ലോക ചിന്തകൾ. അപ്പോൾ അവിടെയും ഈ ലോക ചിന്തകൾ നമ്മുടെ അകത്ത് വന്നിട്ട് നമ്മൾ കേട്ട വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലനായി തീരുന്നതാകുന്നു. നിഷ്ഫലൻ, അല്ലേ? ഒന്നെന്താ? നിഷ്ഫലം, അല്ലേ? അകത്ത് വന്ന വചനത്തിന് ഫലം കൊടുക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ടിട്ട് 10, 15, 20, 40 വർഷം കഴിഞ്ഞാലും ആ വചനത്തിലുള്ള ശക്തിയെയും ആത്മാവിനെയും, അല്ലെങ്കിൽ പറഞ്ഞാൽ ജീവനും ആത്മാവും പ്രാപിക്കാതെ നമ്മൾ പഴയ ദേഹി ജീവിതം നയിക്കാൻ കാരണമെന്നറിയാമോ? അല്ലേ? കണ്ടിട്ടില്ല നമുക്ക്, അല്ലേ? എത്രയോ വർഷം കഴിഞ്ഞിട്ടും യാതൊരു രൂപാന്തരണമില്ലാതെ, ഒരു രൂപാന്തരം സംഭവിക്കാതെ, മനസ്സ് പുതുക്കാനോ അല്ലെങ്കിൽ മറ്റോ നമ്മുടെ ഒന്നാമത്തെ കാര്യം അറിയുക, ഈ വചനം ജീവനുള്ള വചനമാണ്. അത് വീണാൽ അത് ഫലം കാണാതെ പോകത്തില്ല, അല്ലേ? മഞ്ഞും മഴയും പെയ്ച്ചാൽ അത് ഭൂമിയെ വിളയിക്കാതെ പോകുകയില്ലെന്ന് ഇത്രയ്ക്ക് ശക്തമായി വചനം അനുശാസിക്കുക. പക്ഷെ അതേ വചനം തന്നെയാണ് എൻ്റെയും നിങ്ങളുടെയും അകത്ത് വീഴുന്നത്, അല്ലേ? ആ വീണ വചനത്തിന് ഫലം കൊടുക്കാൻ കഴിയുന്നില്ല. അതിനകത്ത് എന്തുണ്ട്? ജീവനും ആത്മാവുമുള്ള വചനമാണ്. ആ ജീവനും ആത്മാവും പ്രാപിക്കാൻ കഴിയാതെ ആ വചനം നിഷ്ഫലമായി തീരുകയാണ്. മാർക്കോസ് അതാ പറയുന്നത്, നിഷ്ഫലം, കേട്ട വചനത്തിന് ഫലം കൊടുക്കാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. ഒരു വചനം നമ്മൾ പഠിച്ചാൽ, ഒരു വെളിപ്പാടായാൽ അതിനകത്തുള്ള ജീവനും ആത്മാവും എൻ്റെ അകത്തേക്ക് വന്നാൽ എൻ്റെ ജീവിതമാണ് ആദ്യം മാറുന്നത്. ഹല്ലേലൂയ, അല്ലേ? നമ്മളെ ക്രിസ്തുവിനെ പോലെ ആക്കി മാറ്റുകയാണ് നമ്മളെല്ലാം. അതാണ് ദൈവത്തിൻ്റെ പരമോദ്ദേശം. നമ്മളെ യേശുവിനെ പോലെ, ഈ വചനം പഠിക്കുന്നത് പോലും യേശുവിനെ പോലെയായി മാറാൻ വേണ്ടിയാ. ഈ വചനം നമ്മുടെ അകത്തേക്ക് വന്ന് വീഴുമ്പോൾ ആത്മാവിനെയും അവൻ്റെ ജീവനും, ദൈവജീവൻ, സ്വയം എന്ന് പറയും ദൈവജീവനെയും ഞാൻ പ്രാപിക്കുമ്പോൾ ആ ജീവങ്കിൽ നിന്ന് ജീവനിലേക്ക് വളരുകയാണ്. അവിടെ എൻ്റെ ദേഹിയിലുള്ള സകലതും അവിടെ എന്താ പറയുക, അതിൻ്റെ ദേഹി ജീവനേക്കാൾ എത്രയോ ഉന്നതമാണെന്നറിയാമോ നമ്മുടെ അകത്ത് വന്നിരിക്കുന്ന ദൈവജീവൻ, ഇല്ലേ? എത്ര വാക്യങ്ങളാ എൻ്റെ അകത്ത്, എൻ്റെ ജീവനേക്കാൾ. അതുകൊണ്ട് ആ ജീവനേക്കാൾ എത്രയും വലിയ ആ ദൈവജീവന് വേണ്ടിയാണ് നമ്മൾ നമ്മുടെ സ്വയത്തിൻ്റെ ജീവൻ അല്ലെങ്കിൽ സൂക്ഷ്യ ജീവനെ തള്ളിക്കളയേണ്ടത്. പക്ഷേ ഇന്ന് അതിനേക്കാൾ എത്രയോ ബലപ്പെട്ടിരിക്കുക നമ്മുടെ സ്വയം, അല്ലേ? എൻ്റെ സൂക്ഷ്യ ജീവൻ അത്രമാത്രം ബലപ്പെട്ടിരിക്കുക നമ്മൾ. കാരണം അത് മറ്റൊന്നുമല്ല, കേട്ട വചനങ്ങൾ ഫലമായി വന്നില്ല. എബ്രായലേഖന കർത്താവ് എഴുതി വെച്ചിരിക്കില്ലേ, ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ വെച്ച് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. ആ ഉപകാരമാകണമെങ്കിൽ അതിനകത്തിരിക്കുന്ന മറഞ്ഞിരിക്കുന്ന ജീവനെയും ആത്മാവിനെയും നാം പ്രാപിക്കുമ്പോഴാണ് അത് ഉപകാരമായി തീരുന്നത്. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് ഇവിടെ ആ വചനത്തിന്, അകത്തു വന്ന വചനത്തിന് അത് ഫലം കൊടുക്കാൻ കഴിയുന്നില്ല. വചനത്തെ ജീവനും ആത്മാവും മാത്രമല്ല, അത് ഞാൻ പറയുക, കർത്താവ് സൗമ്യനാണ്, ഞാൻ സൗമ്യനും താഴ്മയുമുള്ളവനാകയാൽ എൻ്റെ മുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, അല്ലേ? അതേ വചനം എൻ്റെ അകത്ത് വന്നിട്ട് എനിക്ക് സൗമ്യതയുമില്ല, അല്ലേ? അവൻ്റെ സൗമ്യയും പിന്നെന്താ താഴ്മയും നമുക്ക് വരുന്നില്ല. ഇതേ വചനമാണ് നമ്മൾ എത്രയോ വായിച്ചിട്ടുണ്ട്, എത്രയോ പ്രാവശ്യം അകത്ത് വന്നിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷേ അതിനകത്തുള്ള ആ സൗമ്യതയും താഴ്മയും എനിക്ക് പ്രാപിക്കാൻ കഴിയുന്നില്ല. കാരണം മറ്റൊന്നുമില്ല, ഇഹലോക ചിന്തകൾ എൻ്റെ അകത്ത് കിടക്കുന്നത് കൊണ്ട് ഈ വചനത്തിനകത്തുള്ള ആ വചനത്തിന് ഫലം കൊടുക്കാൻ കഴിയുന്നില്ല. അത് നിഷ്ഫലമായി തീരുന്നു. കേട്ട വചനങ്ങൾ നിഷ്ഫലമായി തീരുകയാണ്. എന്നാൽ മത്തായി എഴുതി വെച്ചിരിക്കുന്ന 13:22 പറയുകയാണ്, അതുകൊണ്ട് കേട്ട വചനത്തിന് നിങ്ങൾ നിഷ്ഫലൻ, അല്ലേ? നിങ്ങൾക്ക് ഫലം കൊടുക്കാൻ കഴിയുന്നില്ല. വചനം കേട്ടത് ശരി തന്നെയാ, അത് നമുക്ക് എന്ത് പറ്റുന്നില്ല, അതിന് ഫലം കൊടുക്കാൻ കഴിയില്ല. എത്ര മനോഹരമായ വേദവാക്യം എന്നറിയാമോ? അതുകൊണ്ട് ലൂക്കോസ് എഴുതി വെച്ചിരിക്കുന്നത്,
മുള്ളിനിടയിൽ വീണതോ കേൾക്കുന്നവർ എങ്കിലും പോയി ചിന്തകളാലും ധനത്താലും സംസാരഭോഗങ്ങൾ, നാവുകളെയൊക്കെ സൂക്ഷിച്ചില്ലെങ്കിൽ സംസാരഭോഗങ്ങളാൽ ഞെരുങ്ങി പൂർണ്ണമായി ഫലം കൊടുക്കാത്തവരത്രേ, പൂർണ്ണമായും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞില്ലേ, 13-ാം അധ്യായം മത്തായി 13-ാം അധ്യായം 1-ാം വാക്യം താഴേക്ക് പഠിക്കുമ്പോൾ, മുള്ളിനിടയിൽ വിതക്കപ്പെട്ടതോ പാറപ്പുറത്ത് വിതക്കപ്പെട്ടതോ വഴിയരി വിതക്കപ്പെട്ടതോ, എന്നിട്ട് അടുത്ത വാക്യം പറയാ നല്ല നിലത്തിൽ വിതക്കപ്പെട്ടതോ. അല്ലേ വായിച്ചോട്ടെ നിങ്ങൾ? ആ നല്ല നിലത്തിൽ വിതയ്ക്കുമ്പോഴും ഒരു അപകടം അവിടെയുണ്ട്. അവിടെ 100 മേനി മാത്രമല്ല, നല്ല നിലമായിട്ടും അവിടെ 30 വിളയുന്നുള്ളൂ, 30-60. ചിലവർക്കൊക്കെ ഇത്രയും നല്ല നിലമായിട്ട് പോലും അവർക്ക് 30 പകുതി പോലും കിട്ടുന്നില്ല. എത്ര ഭയാനകമാണെന്ന് നോക്കി. നമ്മുടെ അകത്ത് വന്നിരിക്കുന്ന ഈ മുള്ളകളൊക്കെ, ലോകചിന്തകളൊക്കെ എത്ര ഭയാനകമാണ്. നല്ല നിലമായിട്ട് പോലും 30-60 വരുന്നുള്ളൂ. പിന്നെ 100 വളരെ റെയർ കേസ്, 100 ഫലം പുറപ്പെടുവിക്കുക. കാരണം അതുകൊണ്ട് എന്തുകൊണ്ടെന്നറിയാം, മുള്ളിൽ വീണതോ കേൾക്കുന്നവരെങ്കിലും പോയി ചിന്തകളാലും, ആകുല ചിന്തകൾ, ലോകത്തിലെ ചിന്തകൾ, ധനത്തിന്റെ മോഹം, അത് വിട്ടേക്ക്, സംസാരഭോഗങ്ങൾ, നമ്മുടെ നാവുകളിലൂടെ ദൈവജീവൻ നഷ്ടമാകാനിടയുണ്ട്. ഇവിടെ അതൊക്കെ തന്നെ ഇവിടെ പഠിപ്പിക്കുന്നത്. എന്താ പറയുക, എനിക്ക് പൂർണ്ണമായി ഫലം കൊടുക്കാത്തവരെ, നമുക്ക് ക്രിസ്ത്യ ജീവിതത്തിൽ ഏറ്റവും ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് വിശ്വാസ ജീവിതമാണ്. പിന്നീട് നമ്മൾ അതിനെക്കുറിച്ച് ആഴമായി പഠിക്കും. ഉൽപ്പത്തി പുസ്തകത്തിൽ ആദം ദൈവത്തെ അവിശ്വസിച്ച് സാത്താൻ്റെ വാക്കുകളെ വിശ്വസിച്ചു. അവിടെ മുതലാണ് തകർച്ച ആരംഭിച്ചത്, അല്ലേ? അതേ വീഴ്ചയിൽ നിന്ന്, അതേ പരിപാടിയിലൂടെ ദൈവം നമ്മെ മടക്കി കൊണ്ടുവരികയാണ്. അതാണ് പുതിയ നിയമം എന്ന് പറയുന്നത്. പുതിയ നിയമമല്ല, പഴയ നിയമം ഉൾപ്പെടെ എല്ലാം പറയുക, എവിടെ ദൈവം പറഞ്ഞ വാക്കുകൾ, നന്മ തിന്മയുടെ വിഷത്തെ ഫലം കഴിച്ചാൽ മരിക്കും നിശ്ചയമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ വാക്കുകളെ അവിശ്വസിച്ച്, ഒരുത്തൻ പറഞ്ഞു അത് കഴിച്ചാൽ ദൈവത്തെ പോലെയാകുമെന്ന് പറഞ്ഞ അവൻ്റെ വാക്കുകളെ വിശ്വസിച്ച്, ദൈവത്തിൻ്റെ വാക്കുകളെ അവിശ്വസിച്ച് ദൈവം നഷ്ടപ്പെട്ടു പോയെങ്കിൽ അതേ പരിപാടിയിൽ കൂടി തന്നെയാണ് ദൈവം നമ്മെ മടക്കി കൊണ്ടുവരുന്നത്. അവിടെ മുതൽ ആ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ആദ്യത്തെ പടി ആരംഭിക്കുന്നത്. കാരണം എവിടെ ദൈവത്തിൻ്റെ വാക്കുകൾ അവിശ്വസിച്ചു, അല്ലെങ്കിൽ പിശാചിൻ്റെ വാക്കുകൾ വിശ്വസിച്ചു, അവിടെ മുതൽ നമ്മളെ മടക്കി കൊണ്ടുവരികയാണ്. മനസ്സിലാവുന്നുണ്ടോ? അവിടെ എൻ്റെ സംസാരങ്ങളൊക്കെ നെഗറ്റീവ്, അല്ലെങ്കിൽ എന്താ പറയുക, നിരാശയുടെയും എന്താ പറയുക അവിശ്വാസത്തിൻ്റെ വാക്കുകളാണെങ്കിൽ പരിപാടി കഴിഞ്ഞത്. അത് എത്ര വലിയ വചനമാണെങ്കിലും അത് ഫലം കൊടുക്കാൻ കഴിയത്തില്ല. കാരണം നമ്മുടെ വാക്കുകളിന്മേൽ ഇപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുക ദൈവത്തിൻ്റെ ആത്മാവ്, നമ്മുടെ വാക്കിന്മേൽ. കാരണം ഇതേ വാക്കുകൊണ്ടാണ് ഉൽപ്പത്തിയിൽ നഷ്ടപ്പെട്ടു പോയത്. അതേ വാക്കുകൊണ്ട്, അതേ മക്കളാണ് നമ്മളൊക്കെ, അവൻ്റെ മക്കളാണ്, ആദമിൻ്റെ മക്കളാണ് നമ്മളെല്ലാവരും. അതേ വാക്കുകൊണ്ട്, അതേ വാക്കുകൾ കൊണ്ട്, സംസാരം കൊണ്ട് നമ്മളെ വിശ്വാസത്തിലേക്ക് മടക്കി കൊണ്ടുവരിക. അതുകൊണ്ട് ദൈവമക്കളെന്നും വിശ്വാസന വാക്കുകൾ സംസാരിക്കുന്നുള്ളൂ. നമുക്ക് കാറ്റും കോളും പേമാരികളൊക്കെ നിറഞ്ഞു കവിഞ്ഞൊഴുകി വന്നാലും അവിടെ വിശ്വാസന വാക്യം നമുക്കുള്ളൂ. അവൻ പറയും തകർത്തുകളയും കൊന്നുകളയും ഒക്കെ പറയും. പക്ഷേ ഇവിടെ നമ്മളൊക്കെ അത് ഒന്നുമില്ല. കർത്താവാണ് വിളിച്ചവൻ വിശ്വസ്തൻ, അത് മതി. അവിടെയും നമ്മൾ വിളിച്ചു പറയാം ദൈവം വിശ്വസ്തൻ. ആ വാക്ക്, എൻ്റെ വിശ്വാസ വാക്കുകൾ വിളിച്ചു പറയുമ്പോൾ ദൈവം ആ വാക്കിന്മേൽ വ്യാപരിക്കുകയാണ് ദൈവത്തിൻ്റെ ആത്മാവ്. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ നമ്മൾ അവിശ്വാസം പറഞ്ഞാൽ അതേ ആദമിന്റെ മകൻ തന്നെയാണ്, നമ്മൾ ഒരു വ്യത്യാസവും ഇല്ല. അതേ ആദമത്തിന്റെ മകൻ തന്നെ അവിശ്വാസത്തിന്റെ വാക്കല്ലേ പറഞ്ഞതേ. ദൈവം നമ്മെ മടക്കി കൊണ്ടുവരിക. അവിടെ മുതലാണ് വിശ്വാസം എന്ന സാധനം പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. അതൊക്കെ നമ്മൾ ആഴമായി പിന്നീട് പഠിക്കും. 1 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായം 33-ാം വാക്യം പറയുക, ലോകത്തെ അനുഭവിക്കുന്നവർ അതിനെ അനുഭവിക്കാത്തവരെ പോലെയും ആയിരിക്കണം, അല്ലേ? ഈ ലോകത്തിന്റെ രൂപം ഒഴിഞ്ഞു പോകുന്നുവല്ലോ. അവിടെ കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് എഴുതി വെച്ചിരിക്കുക, ലോകത്തെ അനുഭവിക്കുന്നവർ അതിനെ അനുഭവിക്കാത്തവരെ പോലെയും ആയിരിക്കണം, അല്ലേ? ഈ ലോകത്തിന്റെ രൂപം ഒഴിഞ്ഞു പോകുന്നല്ലോ. ഇംഗ്ലീഷ് KJV ബൈബിൾ വായിച്ചാൽ ഉണ്ട്, ഫാഷൻ ഓഫ് ദിസ് വേൾഡ്, അല്ലേ? ഈ ലോകത്തിന്, അത് നല്ലൊരു വാക്കാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വാക്കാണത്, ഫാഷൻ ഓഫ് ദിസ് വേൾഡ്. ഈ ലോകത്തിന് എന്തുണ്ട്? നല്ല വാക്കല്ലേ? മലയാളത്തിൽ വായിക്കുമ്പോൾ ഈ ലോകത്തിന് രൂപം ഒഴിഞ്ഞു പോകുന്നുവല്ലോ, അല്ലേ? ഒരു അത്ര വലിയ സുഖമില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഈ ലോകത്തിന് രൂപം ഒഴിഞ്ഞു പോകുന്നുവല്ലോ. പക്ഷേ ഇംഗ്ലീഷിൽ KJV മൂലഭാഷയിൽ കിടക്കുന്ന ഫാഷൻ ഓഫ് ദിസ് വേൾഡ്, ഈ ലോകത്തിന്റെ ഫാഷനില്ലേ അത് ഒഴിഞ്ഞു പോകാൻ പോകുകയാണ്. ഇന്ന് ഫാഷന്റെ പുറകെ നമ്മളെല്ലാം, അല്ലേ? ഏതെങ്കിലും ഒന്ന് കണ്ടാൽ അതുപോലെ തന്നെ നമുക്കും വേണം. ഞാൻ വേണ്ടെന്നൊന്നും അല്ല പറയുന്നത്, എന്നാലും അവിടെ വെട്ട്, ഇവിടെ താഴ്ത്തി കെട്ടുക, അല്ലെ? ഇവിടെ വെട്ട്, മുതുക് വെട്ടി ഇറക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ഫാഷനുകളാണ് ലോകത്തിൽ ഓരോ ദിവസം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അത്ര കാര്യമായിട്ട് അതിലേക്ക് പോകുന്നില്ല, നമുക്കറിയാം വെറുതെ. അതുകൊണ്ടാണ് അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, ഫാഷൻ, ഈ ലോകത്തിനൊരു ഫാഷനുണ്ട്, അത് ഒഴിഞ്ഞു പോകാൻ പോകുകയാണ്.
അതാണ് ഇംഗ്ലീഷ് KJV എഴുതി വെച്ചിരിക്കുന്നത്. ഫാഷൻ ഓഫ് ദിസ് വേൾഡ് പാസത്ത് അവേ. അത് കൊഴിഞ്ഞു പോകാൻ പോകുകയാ. ആ ഫാഷൻ നഷ്ടമാകാൻ പോകുകയാ. അതിൻ്റെ പുറകെ നമ്മൾ ഓടാൻ തുടങ്ങിയാൽ, ലോകം ഓടുമ്പോൾ നിന്ന് നടുവേ ഓടണം എന്ന് പറയുന്ന വാക്കുണ്ടല്ലേ, നാടോടുമ്പോൾ നടുവേ ഓടണം എന്നൊക്കെ ഒരു വാക്കുണ്ട്. ഒരു വാക്ക് കേട്ടിട്ടുണ്ട് പൊതുവല്ലേ, നാടോടുമ്പോൾ നടുവേ ഓടണം. അങ്ങനെ ദൈവമക്കൾക്ക് പറഞ്ഞിട്ടില്ല. നമുക്കൊരൊറ്റ പ്രമാണമുള്ളൂ. ഏത് ലോകത്തിൽ ഇപ്പം ഞാൻ പറയാം, നമ്മൾ ഇവിടെ ഇപ്പം ഞാൻ പറയാം, ഇവിടെ നിന്നൊക്കെ വിട്ട് അമേരിക്കയിലൊക്കെ പോയാൽ പിന്നെ നമ്മൾക്ക് വേറെ ലോകമാണ് അവിടെ. പിന്നെ അവിടെ ചെന്നാൽ നമ്മൾ അവിടുത്തെ സ്റ്റൈലായിരിക്കും. അങ്ങനെ ആൾക്കാർ ഇഷ്ടം പോലെയുണ്ട്, അവിടുത്തെ സ്റ്റൈല്. പിന്നെ അതിനോട് കൂടി ചേർന്ന് ആ ലോകമായി ഇഴുകിപ്പോകും നമുക്ക്. ഞാൻ കുഴപ്പം പറഞ്ഞതല്ല. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ദൈവ കുഞ്ഞുങ്ങൾക്ക് അമേരിക്കയാണെങ്കിലും ഇന്ത്യയാണെങ്കിലും കേരളമാണെങ്കിലും തമിഴ്നാടാണെങ്കിലും ഒരൊറ്റ സ്റ്റാൻഡേർഡേ ഉള്ളൂ അവർക്ക് ജീവിക്കുവാൻ. ഒറ്റ കിങ്ഡം സ്റ്റാൻഡേർഡ് എന്ന് പറയുക അതിന്. ദൈവരാജ്യത്തിൻ്റെ ആ കിങ്ഡം സ്റ്റാൻഡേർഡ് നമുക്കുള്ളൂ. എൻ്റെ കൂടെ ഉണ്ടോ ഇല്ലയോ? ആ സ്റ്റാൻഡേർഡ് വിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയത്തില്ല. ആ നിയമം വിട്ട് നമുക്ക് മാറാൻ കഴിയത്തില്ല. ലോകം മാറിക്കൊണ്ടിരിക്കുകയാ, ലോകം പോയിക്കൊണ്ടിരിക്കുക. ലോകത്തിൽ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നതല്ലേ. അപ്പം ഇന്ന് വലിയ കാര്യമൊന്നുമില്ല, ഇന്ന് വിവാഹം വലിയ കാര്യമൊന്നുമല്ല. അത് ലോകത്തിൽ ഫാഷനായി മാറി. അത് കഴിഞ്ഞ് അതേ വിട്ട് അങ്ങോട്ട് പോയി. പക്ഷെ ഓർക്കണം, ദൈവമൊക്കെ അങ്ങനെ കഴിയുമോ? ഇല്ല. അതിന് പവിത്രതയുണ്ട്, അതിന് വിശുദ്ധിയുണ്ട്. ഇപ്പം ഞാൻ ലോകം ഓടിക്കൊണ്ടിരിക്കുക. ഇന്ന് ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് നടക്കുന്നത് പെന്തക്കോസ്തുകളോ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ കണക്ക് വന്നിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ലോകം ഓടിക്കൊണ്ടിരിക്കുന്ന അനുസരിച്ച് നമുക്ക് ഓടാൻ കഴിയുമോ? കാരണം വിവാഹത്തിന്റെ പവിത്രതയും വിശുദ്ധിയും കാത്തു സൂക്ഷിക്കുന്ന ഈ ഭൂമിയിൽ ആകെ ഒരു കൂട്ടരുണ്ടെങ്കിൽ ഈ ഇരിക്കുന്ന കൂട്ടരാ. ആണോ ഇല്ലയോ? അതാണ് ഈ ഫാഷൻ. ഈ ലോകത്തിന് ഫാഷനുണ്ട്. അവർക്കിതൊന്നും വലിയ കാര്യമൊന്നുമില്ല. അവർക്കിത് ആരോ പറഞ്ഞതുപോലെ ചായ കുടിക്കുന്ന വിവാഹങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ഞാൻ ഒരു കാര്യം ജസ്റ്റ് എടുത്ത് പറഞ്ഞു മാത്രമേ കേട്ടോ. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കേണ്ട വിഷയങ്ങളാണ് അതെല്ലാം. അപ്പോൾ അത് ലോകത്തിലെ കാര്യങ്ങളാണ്. നല്ല അവരൊക്കെ അവരെ സംബന്ധിച്ചോളം അത് നല്ല കാര്യമാണ്. ഇപ്പോൾ ഒരു പെന്തക്കോസ്റ്റ് ഒരു ലേഡി യൂട്യൂബിൽ ഒരു ഇതിട്ടിട്ടുണ്ട്. നമ്മുടെ പാസ്റ്റർ പ്രിൻസ് പറഞ്ഞതിന് ഇട്ടിരിക്കുക, വിവാഹം കഴിഞ്ഞു, അവിടെ ഭർത്താവ് പെന്തക്കോസ്തുകാരനാണ്, പക്ഷെ കള്ളുകൂടിന, ഭാര്യനെ എപ്പോഴും ഇടിക്കുന്നു. അപ്പോൾ പ്രിൻസ് ബ്രദർ പാസ്റ്റർ പോയിട്ട് ആ ഭാര്യയെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു. അത് നല്ല കാര്യമാണെന്ന് ഈ ലേഡി പറഞ്ഞു വെച്ചിരിക്കുക. അപ്പോൾ വേറൊരു പാസ്റ്റർ അതിനെതിരെ ഇട്ടു. എന്തുമാകട്ടെ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അവർ പറയും, ഇടിയും തൊഴിയും കോളിനേക്കാൾ നല്ലത് വീട്ടിൽ വന്നിരിക്കട്ടെ, വിവാഹമോചനം ചെയ്യട്ടെ, വേറെ പുതിയ വിവാഹം കഴിക്കട്ടെ എന്ന്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? നിങ്ങൾക്ക് കേട്ടോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ സ്തോത്രം, ഇല്ലെങ്കിൽ വിട്ടേക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ ആത്മീയലോകം. ഫാഷൻ ഒത്തവണ്ണം ഓടുകയാണ്. നീ എൻ്റെ കൂടെ ഉണ്ടോ ഇല്ലയോ? ലോകം പറയുക, എന്തിനാണ് ഇടിയും തുപ്പും കൊണ്ട് അവിടെ കിടക്കുന്നത്? നീ അടുത്ത് നോക്കിക്കോ. അതിന് സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. എന്നാൽ ഞാനൊന്ന് പറയട്ടെ, ആ ഫാഷനൊക്കെ അതൊക്കെ ഒഴിഞ്ഞു പോകാൻ പോവുകയാണ്. ദൈവത്തിനൊരു കിങ്ഡം പ്രിൻസിപ്പിളുണ്ട്, ദൈവരാജ്യത്തിൻ്റെ പ്രിൻസിപ്പിൾ കൾച്ചറുണ്ട്, അതൊരു വിശുദ്ധിയുണ്ട്. അത് വിട്ട് ജീവിക്കുവാൻ നമുക്ക് കഴിയില്ല. അതിന് ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നതേക്ക്. ലോകം എന്തൊക്കെ ഓടിക്കോട്ടെ, എവിടെ പോയി, അതാണ് നാടോടിയാലും നടുവേ ഓടണം നമുക്ക് പറഞ്ഞിട്ടില്ല. നമുക്കൊരൊറ്റ കൾച്ചർ ജീവിക്കാനാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. അത് വിട്ട് ദൈവമക്കൾക്കില്ല. ഞാൻ ക്ലിയറാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഈ ലോകത്തെ അനുഭവിക്കുന്നവർ അതിനെ അനുഭവിക്കാത്തവരെ പോലെയും. അപ്പോൾ ചോദ്യങ്ങൾ ഇഷ്ടംപോലെ വരും നമുക്ക്. കാരണം ഈ ലോകത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്? തീർച്ചയായും ഈ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്, ഈ ലോകത്ത് തന്നെ ജീവിക്കുന്നത്. പക്ഷേ നമ്മളാരും, നമ്മുടെ ഹൃദയം ഈ ലോകത്തിലല്ല ഇരിക്കുന്നത്. നമ്മൾ ഈ ലോകത്തിലുണ്ട്, നമ്മുടെ മക്കളൊക്കെ ഈ ലോകത്തിൽ പഠിക്കുന്നുണ്ടല്ലേ, ലോകത്തിൽ എഡ്യൂക്കേഷനൊക്കെ ഈ ലോകത്തിലെ കാര്യങ്ങളാണ്. അതെല്ലാം പഠിക്കുന്നുണ്ട്. ഈ ലോകത്തിൽ ഞാനും ജോലി എടുക്കുന്നുണ്ട്, ബിസിനസ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരിക്കലും നമ്മുടെ ഹൃദയം അതിൽ ആശ്രയിക്കുന്നില്ല. അങ്ങനെയാണോ ഇല്ലയോ? ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ട്. ഇവിടെ പറയുന്നു, ലോകത്തെ അനുഭവിക്കുന്നവർ, നമ്മളൊക്കെ അത് ചെയ്യുന്നവരാ, ഈ ലോകത്ത് ജീവിക്കുന്നവരാ. തിന്നുകയും കുടിക്കുകയും ലോകത്തിലെ ബിസിനസ് ചെയ്യുന്ന, മക്കളെ പഠിപ്പിക്കുന്നു, വീട് വെക്കുക, ഒക്കെ ശരി തന്നെയാണ്, എല്ലാം ശരിയാണ്. എന്നിട്ട് പറയുക, അതിനെ അനുഭവിക്കാത്തവരെ പോലെയും ജീവിക്കണം, ആയിരിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ഇതൊക്കെ നമുക്കുണ്ട്. ഇതൊക്കെ ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ ആവശ്യമാണ് അല്ലേ? ആവശ്യമല്ലേ? തീർച്ചയായും ആവശ്യമാണ്. നമുക്ക് നല്ല ഭക്ഷണം കഴിക്കണം, എല്ലാം വേണം, ഷവർമയൊക്കെ അല്ലേ, എല്ലാം നമുക്ക് ആവശ്യമാണ്. അതൊക്കെ പട്ടണി ഇരിക്കുമ്പോൾ അല്ലേ കൊതി, ഇതൊക്കെ ആവശ്യം. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മുടെ ഈ ഹൃദയം അതിലല്ലേ ആശ്രയിച്ചിരിക്കുന്നത്, അവിടെയല്ല പറ്റിയിരിക്കുന്നത്. അത് ചിലപ്പോൾ ചില ആൾക്കാരുണ്ട്, എനിക്കറിയാം, ഒരു ചെറിയ ഭക്ഷണത്തിന് വേണ്ടി ഓടി നടന്ന് അത് കിട്ടാൻ വേണ്ടി എത്രയോ പൈസ മുടക്കിയാലും കിട്ടാൻ വേണ്ടി പോകുന്ന ആൾക്കാരുണ്ട്. എനിക്കതറിയാം ആൾക്കാർ. പക്ഷെ ഓർക്കണം, അവരുടെ ഹൃദയം അതിൽ പറ്റിപ്പോയത് കൊണ്ടാണ്.
തന്നാൽ കഴിക്കാം, ഇല്ലെങ്കിലും സ്തോത്രം, എന്തെങ്കിലും സ്തോത്രം. കഴിച്ചതുകൊണ്ടും നമ്മൾ പാപികളാകുന്നുമില്ല, എല്ലാം കഴിച്ച കുഴപ്പം. പക്ഷേ കാര്യമുണ്ട്, അവിടെ അത് അനുഭവിച്ച് അതിൻ്റെ പുറകെ പോകരുത്, അതിനുവേണ്ടിയാകരുത് നമ്മുടെ ജീവിതം, അതിൽ ആശ്രയിക്കരുത്. ഞാൻ അർത്ഥം പറഞ്ഞ് മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ലോകത്തെ അനുഭവിക്കുന്നവർ തീർച്ചയായും നമ്മൾ അനുഭവിക്കുന്നുണ്ട്, ലോകത്തെ എല്ലാം അനുഭവിക്കുന്നുണ്ട്. പക്ഷേ അതിനെ അനുഭവിക്കാത്തവരെ പോലെ ജീവിക്കണം എന്ന് പറഞ്ഞാൽ ആശ്രയം അവിടെയല്ല, ആശ്രയം വിളിച്ചവനിൽ മാത്രമായിരിക്കും, അല്ലേ? ഒരു പരിധി കഴിഞ്ഞാൽ നമ്മൾ പെന്തക്കോസ്ത് കുളത്തിനൊരു പരിധി കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ വിശ്വാസികൾ കുറച്ച് കഴിയുമ്പോൾ നമ്മളൊക്കെ എല്ലാം കർത്താവ് നമ്മൾ അനുഗ്രഹിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ, ഒരു സമയം പരിധി കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ഒരു പരീക്ഷാ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് നമ്മളെയൊക്കെ എന്താ പറയുക വിശുദ്ധിയിലേക്ക് നടത്തി നമ്മളൊക്കെ അത്യാവശ്യം അതിലൊക്കെ പഠിച്ച് കഴിയുമ്പോൾ കർത്താവ് നമ്മളങ്ങനെ അനുഗ്രഹിക്കും, എല്ലാവരും അനുഗ്രഹിക്കും. ഒരാളെ പോലും ഞാൻ അനുഗ്രഹിക്കാതെ വിട്ടതായിട്ട് എൻ്റെ അറിവില്ല, നല്ല വിശ്വാസിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ പറയും, പക്ഷെ ഒരു കാര്യം ഓർക്കണം, അത് കഴിയുമ്പോൾ നമ്മളങ്ങ് സെറ്റിലായി. പിന്നെ ഞാൻ പറയുക, ഒരു ആവശ്യം വന്നാൽ നമ്മൾ പിന്നെ ഒരിക്കലും കർത്താവെ വിളിക്കാൻ അല്പം ഒന്ന് മടി കാണിക്കും. കാരണം എന്താ അറിയാമോ, പോക്കറ്റ് നിറച്ചുകൊണ്ട് നമുക്ക് വിശ്വാസ ജീവിതത്തിൽ ഞാൻ പറയാം, ഒരു ഏറ്റവും വലിയ മർമ്മം പറയാം, ഇവിടെ നിറച്ച് കിടന്നാലും കർത്താവെ എനിക്ക് ആവശ്യത്തിന് നീ എന്നെ സഹായിക്കണം. അതാണ് യഥാർത്ഥ ക്രിസ്തു ജീവിതം. ഇവിടം വിട്ടു പോയാൽ ഇതെല്ലാം മാറിപ്പോകും നമുക്ക്. അതുകൊണ്ട് ലോകത്തെ അനുഭവിക്കുന്നവർ അതിനെ അനുഭവിക്കാത്തവരെ പോലെ ജീവിക്കണം. കയ്യിലുണ്ട്, പോക്കറ്റ് നിറച്ചുകൊണ്ട് ബാങ്കിലൊക്കെ കാണും, ദൈവം സമൃദ്ധിയായി അനുഗ്രഹിച്ചിട്ടുണ്ട്, ഓക്കെ, എല്ലാം കാണും. പക്ഷെ അവിടെയും പറയും, കർത്താവേ നീ തരാതെ എനിക്കൊന്നും വേണ്ട. അതാ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം, അതാണ് ആശ്രയം. ഏതാണ്ട് എൻ്റെ ഓർമ്മ ശരിയാണ്, എഫ് എസ് ലേഖനത്തിൽ എത്രയോ പ്രാവശ്യമാണ് ആ വാക്ക്, പല ആവർത്തിച്ചെഴുതിയ വാക്ക് എഫ് എസ് ലേഖനത്തിൽ, ആശ്രയിക്കണം, അവൻ ആശ്രയിച്ചിട്ട്. ആ വാക്ക് നിങ്ങൾ എഫ് എസ് ലേഖനം പഠിക്കുമ്പോൾ നിങ്ങൾ പഠിച്ചോ, എത്ര പ്രാവശ്യമെന്നറിയാം ആ ഒരു വാക്ക്, ആശ്രയം എന്ന വാക്കിട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത്, വിശ്വാസം എന്തായി മാറണം? 4 കാര്യങ്ങൾ പറഞ്ഞ ഓർമ്മയുണ്ടോ? ആശ്രയവും, അല്ലേ, പിന്നെന്താ, അനുസരണവും അനുഗമനവും. അതായി മാറിയില്ലെങ്കിൽ പിന്നെയൊക്കെ നമ്മൾ ക്രിസ്ത്യ ജീവിതം മാറി പരാജയമായി തീരും. അതുകൊണ്ട് ഈ ലോകത്തിനൊരു ഫാഷനുണ്ട്. ആ ഫാഷനാണ് ഈ കാണുന്ന മറ്റെല്ലാ ഫാഷനുകളിലെ. അവർക്ക് വിവാഹം പ്രശ്നമല്ല, അവർക്ക് ഒന്നും പ്രശ്നമല്ല, അല്ലേ? ഇപ്പോൾ കല്യാണം വന്ന ഒരു ചെറുതൊക്കെ ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ വന്നാൽ വിശ്വാസിയാണെങ്കിലും ഒരു ചെറുതൊക്കെ ഒന്നും വിടുന്നില്ല, നിങ്ങൾ ഇവിടെ ഒന്നും കാണത്തില്ല. പക്ഷെ ഇഷ്ടം പോലെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇഷ്ടം പോലെ വിശ്വാസികളുടെ ഇഷ്ടം പോലെ എനിക്കറിയാം. അപ്പോൾ എന്തുമാകട്ടെ, ഇതൊക്കെ ലോകത്തിൻ്റെ ഫാഷനാണ്. ഇതൊക്കെ എന്താ പറയുക, ഒഴിഞ്ഞു പോകുന്ന ആ രൂപമെല്ലാം ഒഴിഞ്ഞു പോകുകയാണ്. നല്ല വാക്കാ, ഫാഷൻ ഓഫ് ദിസ് വേൾഡ്. ഈ ലോകത്തിനൊരു ഫാഷനുണ്ട്, അതെല്ലാം കൊഴിഞ്ഞു പോകുകയാണ്. ഹല്ലേലൂയ. അവിടെ വചനത്തിൻ്റെ പ്രിൻസിപ്പിൾ, അല്ലെങ്കിൽ വചനത്തിൻ്റെ വിശുദ്ധി, അല്ലെങ്കിൽ വചനത്തിൻ്റെ നീതി മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നവർ മാത്രമേ അവിടെ കാണത്തുള്ളൂ. ലോകത്തിലെ ഒഴുക്കിനൊത്തവണ്ണം, ആ ഫാഷനൊത്തവണ്ണം പോകുമെന്ന് അവർക്കൊരിക്കലും ആ ദൈവരാജ്യത്തിൽ കടക്കാൻ കഴിയത്തില്ല, ഒരിക്കലും കഴിയത്തില്ല. ആ ഫാഷൻ, അതുകൊണ്ട് നാടോടിയ നടുവേ ഓടണമെന്ന് പറഞ്ഞാൽ അത് ലോകത്തിലെ വ്യവസ്ഥയാണ്, നമുക്കൊരിക്കലും ഓടാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. എന്ന് പാവട്ടെ, ഞാൻ വിട്ടുപോകുന്നു. 39 സങ്കീർത്തനം 6 വാക്യം പറയുന്നു, ഇതാ നിന്റെ നാളുകളിൽ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു, എൻ്റെ ആയുസ് നിന്റെ മുമ്പാകെ ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു, ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ. എന്നിട്ട് പറയാ, മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്നു, നിശ്ചയം അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു, നിശ്ചയം അവർ ധനം സമ്പാദിക്കുന്നു, ആർ അനുഭവിക്കുമെന്നറിയുന്നില്ല. എന്നാൽ കർത്താവേ, ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു, എൻ്റെ പ്രത്യാശ നിങ്ങൾ വെച്ചിരിക്കുന്നു. സംഘത്തക്കാർ എഴുതിച്ചിരിക്കല്ലേ, ഇവിടെ പറയുക, മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുകയാ. ഒരു നിഴൽ മാത്രമാണ് ഈ ഇവിടെ പറഞ്ഞ സംഘത്തക്കാർ എഴുതിച്ചിരിക്കുന്ന നിഴലായി നടക്കുമെന്ന് പറഞ്ഞാൽ, നിഴൽ എപ്പോഴെങ്കിലും ഉറച്ചു നിന്നിട്ടുണ്ടോ എവിടെയെങ്കിലും? ഇല്ലേ? നിഴൽ ഉറപ്പില്ല, ഉറക്കത്തിലൊരിക്കലും. ഇന്ന് എക്സാമ്പിൾ പറഞ്ഞാൽ, രാവിലെ നോക്കിയാൽ നമ്മളിവിടെ നിൽക്കുകയാണെങ്കിൽ സൂര്യൻ ഉദിച്ചാൽ നമ്മുടെ നിഴൽ വലിയ നിഴലായിട്ട് തോന്നും നമുക്ക്. അയ്യോ, ഞാൻ ഇത്രയും വലിയ മനുഷ്യനാന്ന് തോന്നുന്നു. പക്ഷേ ഒരു 10 മണി കഴിയുമ്പോൾ ഞാൻ ചെറുതായി വന്നിട്ട് 12 മണിയാവുമ്പോണ്ടല്ലോ, പിന്നെ ഞാൻ എന്നെ തന്നെ കാണത്തില്ല. അങ്ങനെയല്ലേ? അത്രയേ ഉള്ളൂ. ഈ നമ്മൾ ഈ നിഴലിലാണ് ആശ്രയിക്കുന്നത്. അതുപോലെ ക്രിസ്ത്യ അതുപോലെ മനുഷ്യൻ്റെ ജീവിതം. വചനം പറയുക, മനുഷ്യരൊക്കെയും വെറും നിഴലാണ്. ഒരു ദിവസം ഇന്ന് കാണുന്ന നമ്മുടെ നിഴലടിച്ച് വലുതായി തോന്നും, നമ്മുടെ വിദ്യാഭ്യാസം, പ്രശസ്തി, മാനമൊക്കെ വലുതായിട്ട് തോന്നും. പക്ഷേ സൂര്യൻ തലക്ക് മേൽ ഉദിക്കുമ്പോഴുണ്ടല്ലോ, ഒരു കാര്യം ഓർത്താൽ മതി, എനിക്ക് എന്നെ തന്നെ കാണാൻ കഴിയത്തില്ല. അത്രയേ ഉള്ളൂ മനുഷ്യ ജീവിതം. പക്ഷേ ആ ലോകത്തിൻ്റെ ഇടയിൽ കൂടി നമ്മൾ ഫാഷനിൽ ഓടി നടക്കുമ്പോൾ കാര്യം മറന്നു പോകരുത്. അതിൽ വചനം പറയുക, നിശ്ചയം അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു, എന്നാലും നമ്മൾ പരിശ്രമിക്കില്ലേ? ഇല്ലേ? തീർച്ചയായും. ഇതൊക്കെ പറഞ്ഞാലും നമ്മൾ വ്യർത്ഥമായിട്ട് പരിശ്രമിക്കുന്നവരെല്ലാവരും. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഇത് പറഞ്ഞ പോലെ അവർ ധനം സമ്പാദിക്കുന്നു,
ആരനുഭവിക്കും എന്നറിയുന്നതുമില്ല. മക്കൾക്ക് വേണ്ടി സമ്പാദിച്ചു കൂട്ടിയതൊക്കെ ഇന്ന് അപ്പന്മാരൊക്കെ ഇന്ന് എന്താ പറയുക, ഈ വൃദ്ധസാധനത്തിലെ കൊണ്ടാക്കി വെച്ചിരിക്കും. നല്ല എത്രയോ ആൾക്കാരെ നമുക്കറിയാൻ കഴിയും, എത്രയോ ആൾക്കാരെയൊക്കെ അറിയാം. മക്കൾക്ക് വേണ്ടി സമ്പാദിച്ചു കൂട്ടിയത്, നല്ല തലമുറ ഉണ്ടാകട്ടെ, അവരുടെ മക്കൾക്ക് വേണ്ടി സമ്പാദിച്ചു കൂടെ. പക്ഷേ ഒരു സമയം കഴിഞ്ഞപ്പോൾ അവരെ കൊണ്ട് എന്ത് പറ്റിയെന്നറിയാമോ? കൊണ്ട് വൃദ്ധസാധനത്തിലാക്കുകയാണ്. അത് ഇവിടെ എത്ര സംഘർത്തക്കാരെ എഴുതി വെച്ചിരിക്കുക. ആരനുഭവിക്കുമെന്ന് അറിയില്ല. കാരണം ഇവനെ അധ്വാനിച്ചുണ്ടാക്കിയില്ല, ഇവനെ നാളെ നശിപ്പിച്ച് കളയും. കാരണം അവൻ അനുഭവിച്ചിട്ടില്ലല്ലോ. ആ വേർപ്പിൻ്റെ എന്താ പറയുക, ഒരു അനുഭവം അവർക്കില്ല. ഞാൻ പറയാം, എന്തുമാകട്ടെ, കർത്താവ് ആ വചനം എത്ര മനോഹരമായിട്ട് എഴുതി ചെയ്യുന്നറിയാം. മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്നു, നിശ്ചയം അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു. നിശ്ചയം, ആ വാക്യം രണ്ടിടത്തും പറയുന്ന നിശ്ചയമായിട്ട് സംഭവിക്കുമെന്നാണ് പറയുന്നത്. അവർ ധനം സമ്പാദിക്കുന്നു, ആരനുഭവിക്കുമെന്ന് അറിയുന്നില്ല. ഓക്കെ, എന്നിട്ട് പറയാം, എന്നാൽ കർത്താവേ, ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു, എൻ്റെ പ്രത്യാശ നിങ്ങൾ വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ വെച്ചിരിക്കുന്ന മനുഷ്യർ ഭാഗ്യവാന്മാരല്ലേ, അവർക്കൊരിക്കലും ഇടറുകയില്ല. ഒട്ടനവധി വാക്യം നമുക്ക് കാണാൻ കഴിയും. അവർ എൻ്റെ ആയുഷ്കാലം ഏറെ ഓർക്കുന്നതുമില്ല. അവിടെ കാണാൻ കഴിയും, ദൈവം ധനവും ഐശ്വര്യവും അനുഭവിച്ചു, തൻ്റെ ഓഹരി ലഭിച്ചു, തൻ്റെ പ്രയത്നത്താൽ സന്തോഷിപ്പാൻ അധികാരം കൊടുത്തിരിക്കുന്ന ഏത് മനുഷ്യനും അത് ദൈവത്തിൻ്റെ ദാനം തന്നെ. അത് പറയാ, ദൈവം അവന് ഹൃദയ സന്തോഷം അരുളുന്നത് കൊണ്ട് അവൻ തൻ്റെ ആയുഷ്കാലം ഏറെ ഓർക്കുന്നില്ല. ചെറിയ ആയുഷ്കാലമേ നമുക്ക് ഇവിടെയുള്ളൂ, ഏറിയാൽ 70 80 വർഷം, അത്രയേ ഉള്ളൂ. പക്ഷേ ദൈവം നമുക്ക് സമൃദ്ധിയായി അനുഭവിക്കാൻ തന്നത്, ഇവിടെ എഴുതി വെച്ചിരിക്കുക, അനുഭവിക്കാൻ തന്നത് ആ സന്തോഷത്തിൽ എൻ്റെ ഹൃദയം മറിഞ്ഞു പോകുകയാണ്. ഇപ്പോൾ മനുഷ്യനെ കുറിച്ച് പറയുക, ദൈവം ഏത് മനുഷ്യനും, ദുഷ്ടനും സമ്പത്തും സമൃദ്ധിയും ഒക്കെ കൊടുക്കുന്ന ആരാ കൊടുക്കുന്നത്? സാത്താനാണോ? അവനെവിടെയാ അക്കൗണ്ടിരിക്കുന്നത്? ഒന്നുമില്ല. പണ്ട് ഞങ്ങളൊക്കെ കുട്ടിച്ചാതൻ സേവ ചെയ്തിരിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ പറയും, കുട്ടിച്ചാതനൊക്കെ പറയും, കുട്ടിച്ചാതൻ പോയിട്ട് ഉരുട്ടി മറ്റേ ബാങ്കിൽ നിന്നൊക്കെ പൈസ എടുത്തു എന്നൊക്കെ ഞങ്ങൾ അന്ധമായി വിശ്വസിച്ച കാലഘട്ടം ഉണ്ടായത് പണ്ടൊക്കെ. ഞങ്ങൾ കുട്ടിച്ചാതനോടൊക്കെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ. അപ്പോൾ അതൊന്നുമല്ല, ദൈവം തന്നെയാണ് ദരിദ്രനും സമ്പന്നനും അല്ലേ, വിശ്വാസിക്കും അവിശ്വാസിക്കും ഏത് മനുഷ്യനും ദൈവമാണ് കൊടുക്കുന്നത്. ഈ ഭൂമിയിലേക്ക് മഞ്ഞും മഴയും പൊഴിക്കുന്നത് ഒറ്റ ദൈവമേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവ് തന്നെയാണ് അല്ലേ. ഈ ലോകത്തില് ദുഷ്ടര്, ഈ ലോകത്തിൽ റോട്ടിൽ കൂടി പോകുമ്പോൾ ആരെയും വണ്ടി ഇടിക്കാൻ വരുമ്പോൾ അത് ചില ആൾക്കാർ പറയാല്ലേ, ആരോ പിടിച്ചു മാറ്റി. ആരാ മാറ്റിയത്? ഒക്കെ ദൈവം തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അപ്പം അതുകൊണ്ട് ദൈവം നമുക്ക് സന്തോഷിക്കാൻ വേണ്ടി അധികാരം കൊടുത്തിരിക്കുക ഏത് മനുഷ്യനും അത് ദൈവത്തിന് ദാനം തന്നെ. ദൈവം അവന് ഹൃദയ സന്തോഷം അരുൾ ചെയ്യുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, അവനെ ഓർക്കുന്നില്ല ഈ ആയുസ് എന്തിനു വേണ്ടിയുള്ളതാണെന്ന്. ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്താൻ വേണ്ടിയുള്ള ആയുസ്സാണ് ഇത്. ഈ മനുഷ്യൻ്റെ ആയുസ് ദൈവം സ്വർഗ്ഗത്തിൽ നോക്കിക്കൊണ്ടിരിക്കുക, ആ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് അറിയുവാൻ. പക്ഷേ അതേ ദൈവം തന്നെ നമുക്ക് സമൃദ്ധി തരികയാ. അതിനിടയിൽ മനുഷ്യൻ്റെ ഹൃദയം മറിഞ്ഞു പോകുന്നു അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞു വെച്ചിരിക്കുന്നത് അല്ലേ? ലൂക്കോസ് പറയുക, നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. നമുക്ക് വാണിംഗ് നൽകുകയാ അവിടെ. നമുക്ക് ലൂക്കോസ് അവിടെ വാണിംഗ് നൽകുകയാ. കാരണം അന്ത്യകാലമാകുമ്പോൾ ഇതിനെല്ലാം പുറകെ പോകുകയാ മനുഷ്യൻ. ഉപജീവന ചിന്തകൾ അല്ലേ, നാളെ അത് പറയാൻ പോയി ഒരുപാട് പറയേണ്ടി വരും. ഇംഗ്ലീഷ് നല്ല മനോഹരമായ വേദവാക്യമാണ് മൂലഭാഷ ഇട്ടിരിക്കുന്നത്. കാരണം ഈ പറഞ്ഞ എല്ലാത്തിനെ കുറിച്ചും ആകുല ചിന്ത വരികയാ. ആകുലം, എന്ത് തിന്നും എന്ത് കൊടുക്കും. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എന്തെങ്കിലും ആകുല ചിന്തപ്പെട്ടത് കൊണ്ട് നമുക്ക് ഒരു മുഴം കൂട്ടുവാനോ കുറക്കുവാനോ കഴിയുമോ? ഒന്നും കഴിയത്തില്ല. നമുക്കെല്ലാം അറിയാം. പക്ഷെ എന്നാലും അല്ലേ, നമുക്കെല്ലാം അറിയാം. നമ്മൾ ആകുലപ്പെട്ടത് കൊണ്ടോ നമ്മൾ ഭാരപ്പെട്ടത് കൊണ്ടോ നമുക്ക് ഒരു മുഴം കൂട്ടാൻ കഴിയില്ലെന്ന് നമുക്കറിയാം. എന്നാലും ഇല്ലേ, എന്നാലും നമ്മൾ ചെയ്യുന്നുണ്ട്. കാരണം നമ്മറിയാം, ആ വിളിച്ചവനുള്ള ആശ്രയം നമ്മൾക്ക് പലപ്പോഴും നമുക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഉൾപ്പെടെ പറയാം, പലപ്പോഴും നമുക്ക് എന്താണെന്നറിയാമോ, ഒരു പൂർണ്ണമായൊരു ആശ്രയമുണ്ട്. അത് ഈ ആശ്രയം എന്ന് പറയുമ്പോൾ നമ്മൾ ഒറ്റവാക്കി പറഞ്ഞു വിടുന്നത് മാത്രമേ ഉള്ളൂ. അത് ഞാൻ പറയും, എൻ്റെ പ്രാണനെ എനിക്ക് അവിശ്വസിച്ചാലും ദൈവത്തെ ഞാൻ വിശ്വസിക്കുമെന്ന് വരുന്ന സ്റ്റേജിലേക്ക് കടന്നു വരികയാണ്. എത്രയൊക്കെ മനസ്സിലാവണം ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ എൻ്റെ പ്രാണനെ അവിശ്വസിച്ചാലും എൻ്റെ കണ്ണുകളെ അവിശ്വസിച്ചാലും കുഴപ്പമില്ല, ഞാൻ ദൈവത്തെ വിശ്വസിക്കും. ഞാൻ പറഞ്ഞില്ല, ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാ ബ്രദറെ എന്ന് പറയില്ലേ ആൾക്കാർ ഇല്ലേ, ഞാൻ എൻ്റെ കണ്ണിനോട്. പക്ഷേ കണ്ണിനെ അവിശ്വസിച്ചാലും കുഴപ്പമില്ല, പക്ഷെ ദൈവത്തിൻ്റെ വചനത്തെ വിശ്വസിക്കണം. അതാണ് കണ്ണുകൊണ്ട് കണ്ടത് ഒരു പക്ഷെ നാളെ മാറിയേക്കാം, മാറ്റം വന്നേക്കാം. ഒരിക്കലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്.
എവിടെയോ പട്ടാളം വന്ന് ഏതോ ശത്രുരാജ്യം വന്ന് ഒരു ഹിസ്റ്ററിയിലുള്ളതാണ്, വന്ന് നശിപ്പിച്ച് തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. ആ സമയത്താണ് ഒരു അമ്മ, ഒരു ചെറിയ പൊടിക്കുഞ്ഞുള്ള അമ്മയും ബാക്കിയെല്ലാം മരിച്ചുപോയി. ആ അമ്മയുടെ ആ പെണ്ണിൻ്റെ അച്ഛനും മാത്രമേ ഉള്ളൂ അവിടെ. ഭർത്താവല്ല, അച്ഛനും മാത്രമേ ഉള്ളൂ. അവർ അവിടെ നിന്ന് പാലായനം ചെയ്യുക, അവിടെ നിന്ന് വിട്ട് ഓടി മലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. കാരണം യുദ്ധങ്ങളൊക്കെ ഭയങ്കര കൊടുമ്പിരി കൊണ്ടിരിക്കുക. ആ സമയത്ത് ഒരു കുഞ്ഞുണ്ട്, ആ കുഞ്ഞിൻ്റെ അമ്മയുണ്ട്, ആ അമ്മയുടെ അച്ഛനുമുണ്ട്. അത്രയും വയസ്സായ അച്ഛൻ. അപ്പോൾ ഇവരിങ്ങനെ ഓടി മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ ആ ഒരു സമയത്ത് ആൾക്കാർ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, ഞാൻ നോക്കിയപ്പോൾ ആ അച്ഛൻ ആ അമ്മയെ അനാവശ്യമായി എന്തോ വൃത്തികേട് കാണിക്കുന്നു ഇത് കണക്ക് പറഞ്ഞ് അവിടെ ഒരു ബുക്കിൽ എഴുതി വെച്ചിരിക്കുക. ഒരു കാഴ്ചക്കാരൻ കണ്ടിരിക്കുക, ഒരു കാഴ്ച കണ്ണുകൊണ്ട് കണ്ടിരിക്കുക. അത് ഞാൻ പറയുക, അത്ര മോശമായിട്ടാണെന്നറിയാമോ ആ അച്ഛൻ മകളോട് കാണിച്ചതെന്നൊക്കെ പറഞ്ഞ് അവിടെ കാഴ്ചക്കാരൻ കണ്ണുകൊണ്ട് കണ്ട കാഴ്ചക്കാരൻ എഴുതി വെച്ചിരിക്കുക. പക്ഷേ അതിൻ്റെ അവസാനത്തേക്ക് വന്നപ്പോൾ അവിടെ ഹിസ്റ്ററി ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് അത് മറ്റൊന്നുമല്ല. കൊച്ചു തളർന്നു വീണു, കൊച്ചിന് പാല് കൊടുത്തു അമ്മ. ആകെ വെള്ളമില്ലല്ലോ കുടിക്കാൻ, വെള്ളമൊന്നുമില്ല. അമ്മയുടെ പാല് കൊച്ചിനും കൊടുത്തു. അവസാനം വയസ്സനായ അച്ഛൻ അവിടെ വീഴാൻ പോയപ്പോൾ അച്ഛന് ആ പെണ്ണിൻ്റെ സ്വന്തം മോളുടെ ആ അമ്മയുടെ പാല് കൊടുക്കുകയായിരുന്നത്. കണ്ടവരെന്താ പറഞ്ഞത്? കണ്ണുകൊണ്ട് കണ്ടവരെന്താ പറയുന്നത്? എത്ര മോശമായിട്ടാണ് അപ്പൻ മോളോട് കാണിച്ചത്. എനിക്ക് പറഞ്ഞ മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. ഇത് കണ്ണിനേക്കാൾ അപ്പുറമാണ് ഒരു ജീവിതമുള്ളത്, അല്ലേ? ശരിയോ തെറ്റ് നമുക്കറിയത്തില്ല. പുസ്തകത്തിൽ അങ്ങനെ എഴുതി വെച്ചിരിക്കുക. എന്തുവാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ? കണ്ണിനെ അവിശ്വസിച്ചാലും കുഴപ്പമില്ല, ദൈവത്തിൻ്റെയൊക്കെ അല്ലേ വചനത്തെ വിശ്വസിക്കുക, അതിൽ ആശ്രയിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ എത്ര ഭാഗ്യവാനായിരിക്കും. അതുകൊണ്ട് ഉപജീവന ചിന്തകളൊക്കെ നമ്മളെ ഭാരപ്പെടുത്തി കളയും. നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും ഒരു ഭാരമില്ലാതെ ജീവിക്കുന്നൊരു മനുഷ്യനുണ്ടെങ്കിൽ അവൻ ഭാഗ്യവാനായിട്ടാണ്. ഞാൻ ഉൾപ്പെടെ പറയുകയാണ്, ഞാൻ എന്നോട് തന്നെ പറയുക, ഒരാകുല ചിന്തയും ഇല്ലാത്ത, ഞാൻ അങ്ങനെ ജീവിക്കാൻ ശ്രമിക്കുന്ന ആളാണ്. അതിനുവേണ്ടി തന്നെ അത് ചെയ്യുന്ന ആളാണ്. ഒരു ചിന്ത എന്തൊക്കെ സംഭവിച്ചാലും, കാറ്റും കോളും വന്നാലും എനിക്ക് അത്ര വലിയ എന്നാലും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഒരുപാട് ഇനി ബാക്കി ഇഷ്ടം പോലെ ഉണ്ട്, എന്നാലും സൗഖ്യമാകാം. എന്നാലും എനിക്കിതൊന്നും വലിയ കാര്യമാണ് ഞാൻ എടുക്കാറില്ല, ഒന്നുമില്ല. കാരണം വിളിച്ചവനൊരു ഒരുത്തനുണ്ട്. ഇന്ന് വിടം വിട്ടാലും അവിടെ കാണാൻ പറ്റും. അതുകൊണ്ടാണ് എൻ്റെ സാക്ഷ്യങ്ങളൊക്കെ പലപ്പോഴും പറയുമ്പോൾ ബ്രേക്ക് പൊട്ടി വണ്ടി ആക്സിഡൻറ്റ് സംഭവിക്കാൻ പോകുമ്പോഴും ഞാൻ അവിടെ ഇന്ന് ഒരു കൂസലും ഇല്ല നമുക്ക്. അതേ വണ്ടി കൊണ്ട് വീണ്ടും 10-40-30 കിലോമീറ്റർ ഞങ്ങൾ കുമിളി പോയി ക്ലാസ് എടുത്തതാണ്. ആ ബ്രേക്ക് പൊട്ടി ടെമ്പോയും കൊണ്ട് പിന്നെ ബ്രേക്ക് വന്നു ഓട്ടോമാറ്റിക്കായി. ഒരു ഭയമില്ല. കാരണം വിളിച്ചവൻ ആരാണ്? വിശ്വസ്തനാണ്. പിന്നെ മരിച്ചാലോ നമുക്ക് ലാഭമാണ്. എത്രയും വേഗം നമ്മുടെ വീട്ടിലേക്ക് കടന്നു പോകാൻ പറ്റും. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഇതുപോലെ ആകുല ചിന്തകളൊക്കെ നമ്മളെ ഭാരപ്പെടുത്തി കളഞ്ഞ അത് പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രമാണ്. ഈ ആകുല ചിന്തകൾ, ലോകത്തെക്കുറിച്ചുള്ള ആകുല ചിന്തകൾ നമ്മുടെ അകത്തേക്ക് ഇട്ടിട്ട് നമ്മളെ തകർത്ത് കളയുന്ന പരിപാടികളൊക്കെ. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. സഭാപ്രസംഗി 17-ാം അധ്യായം, യൗവനക്കാരാ നിന്റെ യൗവനത്തിൽ സന്തോഷിക്കുക, യൗവനകാലത്തിൽ നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ. വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് രസമാലേ. ശലോമോൻ എഴുതി വെച്ചിരിക്കുക, നീ അടിച്ചു പൊളിക്കടാന്നാ പറയുന്നത്. നിന്റെ യൗവനം അടിച്ചു പൊളിക്കടാ, നിനക്ക് ഇഷ്ടമുള്ള വഴിയിൽ നിനക്ക് ബോധിച്ച വണ്ണം നടന്നു കൊള്ളുക. പക്ഷേ അടുത്ത വാക്യം പറയുക, എന്നാൽ ഇവയൊക്കെ നിമിത്തം ദൈവം നിന്റെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമെന്നറിയുക. അല്ലേ? ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകത്തിലെ ഫാഷൻ കണ്ടുവരുമ്പോൾ നമ്മൾ അതിലേക്ക് മയങ്ങിപ്പോകുകയാണ്. ഫാഷൻ കണ്ട മയങ്ങി വീഴത്തില്ലേ? തീർച്ചയായും വീഴും. ഫാഷൻ കണ്ട ഏത് മനുഷ്യനും മയങ്ങി വീണിരിക്കും. പക്ഷേ ആ ഫാഷനേക്ക് നോക്കി നീ സന്തോഷിച്ചാൽ ഒരു ദിവസം ന്യായവിസ്താര ദിവസം വരുമെന്ന കാര്യം ഓർക്കുവാൻ യൗവനക്കാരോട് പറയുക. അവിടെ ശലോമോൻ എഴുതി വെച്ചിരിക്കുക. അവിടെ നമുക്കറിയാൻ കഴിയും, അല്ലേ? അതുകൊണ്ട് പറയും, ആകയാൽ നിന്റെ ഹൃദയത്തിൽ നിന്ന് വ്യസനമകറ്റി നിന്റെ ദേഹത്തിൽ നിന്ന് തിന്മ നീക്കിക്കളയുക. ബാല്യവും യൗവനവും മായത്രേ. ഇതെല്ലാം മായയാ. ഈ ബാല്യകാലമൊക്കെ ആകുമ്പോൾ ഇല്ലെങ്കിൽ യൗവനക്കാരാന്നല്ല വിളിച്ചത്. യൗവനം ആകുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. യൗവനത്തിൽ ഒന്നില്ലെങ്കിൽ നമ്മൾക്കെന്താ, ഇന്നലെ സിസ്റ്റർ പറഞ്ഞത്, നമ്മളെ മറ്റുള്ളവർ സ്നേഹിക്കണം, അക്സെപ്റ്റൻസ് നമുക്ക് പലപ്പോഴും ആവശ്യമാണ്. ഇല്ലെങ്കിൽ പ്രതികാരം വരും. യൗവനകാലത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്നെ ഒന്നില്ലെങ്കിൽ സ്വീകരിക്കുക, അക്സെപ്റ്റൻസ് വേണ്ട കൊടുക്കുക, ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയാമോ? പ്രതികാരം പൊങ്ങി വരികയാണ്. അതുകൊണ്ട് ഇതൊക്കെ ഈ യൗവനകാലത്തിലെ പ്രശ്നമാണതല്ല, ഓരോ കാലത്തിൻ്റെ പ്രശ്നമാണ്. ഈ ടീനേജ് എന്നൊക്കെ പറയില്ലേ, അത് ഓരോ ആ സമയം ചെറുപ്പത്തിൽ 10-15 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ കുട്ടികളുടെ അകത്ത് പൊങ്ങി വരുന്ന ആ ഒരു വികാരങ്ങളോ പലതും. എന്ത് പാകട്ടെ, ഞാൻ വിട്ടുപോകുന്നു. 24-ാം അധ്യായം മത്തായി പറയുക 48-50 വരെ. എന്നാൽ
അവൻ ദുഷ്ടദാസനായി യജമാനൻ വരുവാൻ താമസിക്കുന്നത് ഹൃദയം കൊണ്ട് പറഞ്ഞ് കൂട്ടുദാസന്മാർ അടിപ്പാനും കുടിയന്മാരോടുകൂടി തിന്നുകുടിപ്പാനും തുടങ്ങിയാൽ ആ ദാസൻ നിരൂപിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും യജമാനൻ വന്നവനെ ദണ്ണിപ്പിച്ച് അവനെ കപടഭക്തിക്കാരോടുകൂടെ പങ്കു കൽപ്പിക്കും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അവിടെ എഴുതി വെച്ചിരിക്കുക, ദാസൻ നിരൂപിക്കാത്ത നാളിൽ അറിയാത്ത നാഴികയിലും കർത്ത യജമാനൻ വരുമ്പോൾ അല്ലേ അവനെ ദണ്ഡിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പലപ്പോഴും ഈ ലോകത്തിലെ ഫാഷൻ്റെ പുറകെ പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പുറകെ പോകുമ്പോൾ അറിയുന്നില്ല എൻ്റെ യജമാനൻ വരും, മറന്നുപോകും. പലപ്പോഴും ഇത് കർത്താവ് വരുമെന്ന് ചോദിച്ചാൽ കർത്താവ് വരട്ടെ, വരുമ്പോൾ പൊക്കോളാം. അങ്ങനെയല്ല പല വിശ്വാസികളോട് ചോദിക്കുമ്പോൾ ആ കർത്താവ് വരും ഞങ്ങൾക്കറിയാം, വരുമ്പോൾ പക്ഷെ അതിനുവേണ്ടി ഒരുക്കം വേണമെന്നുള്ള കാര്യം മറന്നു പോകുകയാണ് അല്ലേ. ഇപ്പോൾ അമേരിക്കക്ക് പോകണമെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ദുബായിക്ക് പോകണമെങ്കിൽ വെറുതെ രാവിലെ കുറച്ച് ബാഗും തൂക്കി എയർപോർട്ടിൽ എയർപോർട്ടാണ് നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ പോയിട്ട് ഒരു 15,000-20,000 ഉണ്ട് ഒരു ടിക്കറ്റ് കൊടുക്കുക, തരുമോ അവർ? ഇല്ല, തരത്തില്ല. അതിന് പോകുന്നതിന് മുമ്പായിട്ട് എന്തോരം അല്ലേ എന്തൊക്കെയുണ്ട് പരിപാടി. പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറയാം, എന്തൊക്കെയാണ് അല്ലേ, പാസ്പോർട്ട് വേണം, പല കാര്യങ്ങളും വേണം, വിസ വേണം, എന്തൊക്കെ ആവശ്യം എന്നറിയാമോ. കൊണ്ടുപോകുന്ന ബാഗിന് ഭാരം ഇത്ര 20 കിലോ 30 വരാൻ പാടുള്ളൂ. കയ്യിൽ പിടിക്കുന്ന മുകളിൽ വെക്കുന്നതിന് 10 കിലോ താഴെ 7 കിലോ താഴെ വരാൻ പാടുള്ളൂ. ഒരുപാട് കാര്യങ്ങളൊക്കെ, ഒരുപാട് നിയമങ്ങളാണ്. ഇതൊക്കെ എത്ര പ്രാവശ്യം ചെക്ക് ചെയ്ത് ഞാനൊക്കെ പാട്ട് പോകുമ്പോൾ എത്ര പ്രാവശ്യം ഞങ്ങളുടെ ഇതിൽ തൂക്കി വേറെ അവിടെ തൂക്കിയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ പോകുന്നത്. കാരണം അവിടെ വെച്ച് പിടിക്കപ്പെട്ടാലുണ്ടല്ലോ, അറിയാം, വാചനൊക്കെ അറിയാം, അവിടെ വെച്ച് പിടിക്കപ്പെട്ടാൽ പിന്നെ ഈ നല്ല സാധനമൊക്കെ എവിടെ കൂടെ കളയാൻ നമ്മൾ. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ പറയും, നമ്മൾ എത്രമാത്രം ശ്രദ്ധയോടെയാണെന്നറിയാമോ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ. അതുകൊണ്ട് യജമാനൻ വരുന്നു എന്ന് അറിയാതെ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഒരു കാര്യമുണ്ട്, ഇതൊക്കെ നമ്മളേക്ക് ന്യായവിസ്താരത്തിലേക്ക് നയിക്കുമെന്ന കാര്യം മറന്നു പോകരുത്. ഹല്ലേലൂയ. കാരണം എബ്രായലിന് 12:27 പറയാ, ഇനി ഒരിക്കൽ എന്നത് ഇളക്കമില്ലാത്തത് നിലനിൽക്കേണ്ടതിന് നിർമ്മിതമായ ഇളക്കമുള്ളത് മാറ്റം വരുമെന്ന് സൂചിപ്പിക്കുക. ഇതെല്ലാം നശിച്ചു പോകേണ്ടതാ. ഈ ഇളക്കമുള്ളത് മാറിയാൽ മാത്രമേ ഇളകാത്ത രാജ്യം വരത്തുള്ളൂ. ദൈവം സ്ഥാപിക്കുന്ന ഇളകാത്ത രാജ്യം വരണമെങ്കിൽ ഇന്ന് സ്വർഗത്തിലായിരിക്കുന്ന പുതിയ യെരൂശലേം എന്ന് പറയുന്ന നഗരം നരകമല്ല അല്ലേ, നമുക്ക് വേണ്ടി ഫ്ലാറ്റുകൾ പോലെ പണിതിരിക്കുന്നത്. കാണുന്ന ഫ്ലാറ്റുകളൊക്കെ ഒറിജിനൽ സാധനം അവിടെയുണ്ട്. പുതിയ യെരൂശലേം എന്ന് പറയുന്നതിനെ കുറിച്ച് 1200 മുഴം നീളവും 1200 മുഴം വീതിയും അല്ലേ 1200 മുഴം ഉയരവുമുള്ള ആ മനോഹരമായ ഫ്ലാറ്റ് സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുക. ഏതാണ്? പുതിയ യെരൂശലേം എന്ന് പറയുന്ന നഗരം. ഇന്ന് ആ സാധനം ഇന്ന് താഴേക്ക് വന്നാൽ, ഈ ഭൂമിയിൽ വന്നാൽ ഇരിക്കാൻ പറ്റുമോ? എന്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല? എന്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല? ഇവിടെ മുതൽ ഡൽഹി വരെ നീളമാണ് 1200 മുഴ, ഈ മൈൽ എന്ന് പറയും, 1200 മുഴമെന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ഇവിടെ മുതൽ ഡൽഹി വരെ നീളമുള്ള കെട്ടിടം, അത്ര ഉയരം അത്ര വീതി ഉള്ള ഉയരമുള്ള ആ കെട്ടിടം ഇന്നിപ്പോൾ ഇവിടേക്ക് ഇറങ്ങി വന്നാൽ എന്തായിരിക്കും സ്ഥിതി? കാരണം കുമിളിയുടെ അവിടെ ഒരു സൈഡ് പൊങ്ങിയിരുന്നാൽ അവിടെ മലയാണ്, അവിടെ ഒരു സൈഡ് എങ്ങനെ ഇരിക്കും? ഇവിടെ വരുമ്പോൾ ഇവിടെ താന്നിരിക്കും, വെള്ളത്തിൽ പോകും ഇല്ലേ? ഒരു നിരപ്പായൊരു സ്ഥലമില്ല നമുക്ക്. ഇത് ഇളകുന്ന സ്ഥലം, ഇത് ഈ ഭൂമി നശിക്കേണ്ടതാണ്, ഇളകിപ്പോകുന്ന ഭൂമിയാണിത്. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങളെല്ലാവരും? അതുകൊണ്ട് നിർമ്മിതമല്ലാത്ത ഇളക്കമുള്ളതിന് മാറ്റം വരുമെന്ന് സൂചിപ്പിക്കുന്നു. ഇത് ഇളകിയേ പോയേ മതിയാകത്തുള്ളൂ. ആ മനോഹരമായ പുതിയ യെരൂശലേം എന്ന് പറയുന്ന അത് വന്ന് സ്ഥാപിക്കണമെങ്കിൽ അത്രയും ഇളകാത്തൊരു രാജ്യം ദൈവം, ഒരു ഭൂമിയെ ദൈവം ഒരുക്കി വെച്ചിരിക്കുക. ഇവിടെ അവിടെയാണ് അതിലേക്ക് ഇറങ്ങി വരുന്ന പുതിയ യെരൂശലേമിലാണ് എൻ്റെയും നിങ്ങളുടെയും വാസം. അതിനപ്പുറത്തുമുണ്ട് സ്വർഗീയ സിയോണിൽ നമുക്ക് വേണ്ടി ദൈവം വാസസ്ഥലം ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. അതായിരിക്കണം നമ്മൾ ഈ ഇളക്കമുള്ളതിലേക്ക് നമ്മൾ നോക്കി ജീവിച്ചാൽ അല്ലേ. ലോകത്തിലെ ഫാഷനൊക്കെ കണ്ട് ഈ ഇളക്കമുള്ള ലോകത്തിൽ നമ്മുടെ ഹൃദയം ഒടുങ്ങിപ്പോയാൽ, മറിഞ്ഞു പോയാൽ, ഒരു കാര്യം പറയാം, ഈ ഇളക്കമില്ലാത്തത് സ്ഥാപിക്കുമ്പോൾ നമ്മൾ അതിൽ കാണത്തില്ല, ഒരിക്കലും കാണത്തില്ല നമ്മൾ. അതൊക്കെ മനസ്സിലാവണം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. അതുകൊണ്ട് ലൂക്കോസ് 14 പറഞ്ഞില്ലേ, നമ്മുടെ പിന്നെ അവനോട് സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ചൊഴിഞ്ഞുകൊള്ളുവിൻ, ഒരുത്തർ സമൃദ്ധി ഉണ്ടായാലും അവൻ്റെ വസ്തുവകയല്ല അവന് ജീവനാധാരമായിരിക്കുന്നത് അല്ലേ. ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവൻ്റെ കാര്യം എങ്ങനെയാകുന്നു? ഈ ഭൂമിയിൽ ഒരു മനുഷ്യനെ ദൈവം ഭൂമിയിലേക്ക് ജനിപ്പിച്ച് വിടുമ്പോൾ, അല്ലെങ്കിൽ പിറപ്പിച്ച് വിടുമ്പോൾ, അല്ലെങ്കിൽ അല്ലേ സൃഷ്ടിച്ചു വിടുമ്പോൾ ആകെ ഒന്നും മാത്രമേ ഉള്ളൂ അവനോട് ദൈവം അന്വേഷിക്കാൻ പറയുന്നത്. എന്ത് തിന്നും കുടിക്കുമെന്ന് പോലും നമുക്ക് അന്വേഷിക്കാൻ നമുക്ക് അവകാശമില്ല. ആണോ? മത്തായി 6-ാം അധ്യായം പഠിപ്പിക്കുക, എന്ത് തിന്നും കുടിക്കുമെന്ന് പോലും നമുക്ക് അവകാശമില്ല അന്വേഷിക്കുവാൻ. നമുക്കാകെ അന്വേഷിക്കാൻ ഒന്നേ ഉള്ളൂ, ദൈവവിഷയമായി സമ്പന്നനാകണം നമ്മൾ.
ഹല്ലേലൂയ. ദൈവ വിഷയമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നിങ്ങൾ അതിനെക്കുറിച്ച് ആകുലപ്പെടല്ലേ. എന്താ പറയുക, തിന്നുക, എന്ത് കുടിക്കും, എന്ത് ഉടുക്കുമെന്ന് ആകുലപ്പെടല്ലേ. പക്ഷെ ലൂക്കോസ് എന്താ പറയുന്നത്? ആകുല ചിന്തകളാൽ ആ ദിവസം കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം, ലോകത്തിലെ ഏറ്റവും വലിയ തന്ത്രം എന്ന് പറയുന്നത് ഈ ഫാഷൻ നമ്മളെ കാണിച്ചിട്ടുണ്ടല്ലോ അല്ലേ. ലോകത്തിലെ ഫാഷനെ കാണിച്ചിട്ട് നമ്മളെ മയക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ് നമ്മൾ പറയുന്നത് അതൊക്കെ ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഈ ഭൂമിയിൽ എന്തൊക്കെ ആവശ്യമാണോ അതെല്ലാം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് പിന്നീട് നമ്മൾ ആഴമായി അതിനെക്കുറിച്ച് പഠിക്കും. നമുക്ക് കർത്താവ് ഒരുക്കിയ നമ്മുടെ ലോകത്തിലെ നന്മയെക്കുറിച്ച് നമ്മൾ പിന്നീട് പഠിക്കും. പക്ഷെ ഇവിടെ ഓർക്കണം, നമ്മൾ ഒരു മനുഷ്യ ദൈവം വിളിച്ചത് ദൈവ വിഷയമായി സമ്പന്നനാകാൻ വേണ്ടിയാണ്. കർത്താവിനെ കുറിച്ച് അറിയാൻ വേണ്ടിയാ, എൻ്റെ ഭാവി ജീവിതത്തെക്കുറിച്ച് അറിയാൻ വേണ്ടിയാ, എൻ്റെ ഇളകാത്തരായത്തെക്കുറിച്ച് അറിയാൻ വേണ്ടിയാ, ആ പുതിയ യെരൂശലേമിൽ ഞാൻ എവിടെയായിരിക്കുമെന്ന് അറിയാൻ വേണ്ടിയാ, സ്വർഗീയ സിയോനിൽ അവകാശമാക്കണമെങ്കിൽ ഞാൻ എത്രമാത്രം വിശുദ്ധിയിൽ തികവിലേക്ക് വരണമെന്നറിയാൻ വേണ്ടിയാ, അവിടുത്തെ ഇഷ്ടം ഞാൻ ചെയ്യാൻ വേണ്ടിയാ. ലോകസ്ഥാപനത്തിന് മുമ്പിൽ എന്നെക്കുറിച്ച് ദൈവം എഴുതി വെച്ചിരിക്കുന്ന പുസ്തകത്തിൽ വെച്ചിരിക്കുന്ന എല്ലാം ഞാൻ ഈ ആയുസ്സിൽ ചെയ്തു തീർക്കാൻ വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയാ, അവൻ മാത്രം ആശ്രയം വെച്ച് ആശ വെച്ച് ജീവിക്കാൻ വേണ്ടിയാ. ലോകത്തിൽ വസ്തുവകളൊക്കെ നമുക്കുണ്ടെങ്കിലും അവനിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കാൻ വേണ്ടിയാ. എത്രയെത്ര വാക്കുകളാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ദൈവ വിഷയമായി സമ്പന്നനാകണം. ഹല്ലേലൂയ. ദൈവ വിഷയമായി സമ്പന്നനാകണം. പക്ഷെ പിശാച് നമ്മളെ മോഹിപ്പിക്കുകയാണ്. ഫാഷൻ, നേരത്തെ പറഞ്ഞ ഫാഷൻ ഓഫ് ദിസ് വേൾഡ്, ഈ ലോകത്തിലെ ഫാഷൻ കാണിച്ച് നമ്മളെ വിടുകയാണ്. ആണോ ഇല്ലയോ? ഞാൻ പറഞ്ഞ് അധികം വിവരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഓക്കെ. അതുകൊണ്ട് ദൈവ വിഷയമായി സമ്പന്നമാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്ന കാര്യം ഇങ്ങനെയാകുന്നു. നാളെ ആര് കൊണ്ടുപോകും നമുക്കറിയത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് 10 രൂപയുടെ ചാളൊക്കെ മേടിച്ച് പിള്ളേർ പറയുന്ന പോലെ വയറ് കൊട്ടി ചാളൊന്നും മേടിച്ച് കഴിക്കാതെ, അല്ലെങ്കിൽ നെയ്മീനൊക്കെ മേടിച്ച് കഴിച്ച് കർത്താവിനെ സ്തുതിച്ച് ആ ബാക്കിയുള്ളതൊക്കെ അവന് വേണ്ടി രാജ്യത്തിന് വേണ്ടി വിതറി അങ്ങ് ജീവിക്ക്. കാരണം നാളെ നമുക്കൊക്കെ ഉണ്ടെങ്കിൽ മക്കളുണ്ട് അനാഥാശ്രമത്തിനൊക്കെ കൊണ്ട് നമ്മളെ കൊണ്ട് ആക്കാൻ നല്ലത്. അവരെ പഠിപ്പിച്ച് ദൈവത്തെ കാണിച്ചു കൊടുത്ത് ദൈവഭയത്തിൽ വളർത്തിയിട്ട് വിട്ടേക്കങ്ങട്. നമ്മൾ നോക്കിയതുകൊണ്ടാണ് അവർ അവിടെ നിൽക്കുന്നത്? അല്ല, ദൈവം നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ടാ. ഹല്ലേലൂയ. അവൻ വിശ്വസ്തനാ, ഒരു നാളും വാക്ക് മറത്തില്ല. ഹല്ലേലൂയ. നമ്മൾ ജീവിക്കുക, ദൈവത്തെ വിളിക്കുക, നമ്മൾ കർത്താവ് തന്നത് നല്ലോണം, ഞാനിപ്പോൾ നമ്മൾ കിട്ടുന്നത് നല്ലോണം കഴിക്കുക, ബാക്കി മുഴുവൻ ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കുക. അത്രയ്ക്ക് മനസ്സാവുന്നുണ്ട്. ഞാൻ നിങ്ങളോട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടോ, ഒന്ന് വിചാരിച്ചേക്കരുത്. പക്ഷേ കണക്ക് കൂട്ടി നോക്കും. മോശ ഒരു കണക്ക് കൂട്ടി നോക്കി. മിസ്രൈമിലെ ധനത്തേക്കാൾ അല്ല, ഈജിപ്തിലെ ധനത്തേക്കാൾ ഈജിപ്തിലെ ധനത്തേക്കാൾ ഇസ്രായേൽ കഷ്ടം തിരഞ്ഞെടുത്തു, തൂക്കി നോക്കി. ഈ ആയുസ്സിൽ മോശ നോക്കണം, 13 ഏക്കർ സ്ഥലത്ത് 13 ഏക്കർ സ്ഥലത്തിനെടുക്കുക. 13 ഏക്കർ സ്ഥലത്ത് ഫറവോന്റെ ശവകുടീരങ്ങളെ വെച്ചുണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമുക്കറിയില്ല, 3 അല്ലേ, അപ്പനും മകനും പിന്നെ കൊച്ചുമകനൊക്കെ ശവകുടീരം. ലോകത്തെ ഏറ്റവും അതിശയങ്ങളിൽ ഏറ്റവും വലിയ അതിശയമാണ് മറ്റേ പിരമിഡ് അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ സ്കൂളിൽ പഠിച്ച് ചെറുപ്പമാൽ പഠിപ്പിക്കുക പിരമിഡുകൾ. അത്രയും ഏക്കർ സ്ഥലത്ത് അവരെയൊക്കെ തൊപ്പി, ഈ തലയുടെ തൊപ്പി ബിംബം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തലയുടെ 13 കിലോ സ്വർണം കൊണ്ടാണ് അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. 1,00,000 പേര് 30 വർഷം അധ്വാനിച്ചാൽ ഉണ്ടാക്കുന്ന ബിൽഡിംഗ്. കണക്ക് ശരിയാണോ? 1,00,000 പേരാണ് ഒരു ദിവസം അധ്വാനിക്കുന്നത്. ഈ പിരമിഡില്ലേ, കണ്ടിട്ടില്ലേ നിങ്ങൾ? പിരമിഡ് ഉണ്ടാക്കുക 1,00,000 പേരാണ് ഒരു ദിവസം അധ്വാനിക്കുന്നത്. അങ്ങനെ 30 വർഷം അധ്വാനിച്ചാലാ ആ പിരമിഡ് ഉണ്ടാക്കാൻ കഴിയുന്നത്. എത്ര കോസ്റ്റാന്ന് നിങ്ങൾ കൂട്ടി നോക്കിയേ, എത്ര വലിയ ചിലവാന്ന് കൂട്ടി നോക്ക്. എൻ്റെ 130 ഏക്കർ അതിൻ്റെ ഓർമ്മ ചെയ്യാതെ 130 ഏക്കറിൽ ഒരു പിരമിഡ് ഇരിക്കുന്നത്. അതിനകത്ത് ഓരോ കാര്യങ്ങൾ അത്രയും വിലയേറുതാ, എത്ര എണ്ണിയ തീരത്തില്ല. അപ്പോൾ അത്രയും കോസ്റ്റ്, അത്രയും വലിയ പേരുകളാണ്. ഇന്നും ആ ഫറവോൻ്റെ പേര് ലോകത്തിൽ അറിയപ്പെടുക. 3 ഫറവന്മാരുടെ പേരല്ലേ? 3 ഫറവന്മാരുടെ പേര് ലോകം അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലോകത്ത്. ആ ഒരു ഫറവൻ മോശ ആകേണ്ടത് അവിടെ. ഇന്ന് മോശയെ വാഴ്ത്തി സ്തുതിക്കേണ്ട ആൾക്കാരല്ലേ ലോകം ഇന്ന്. പക്ഷേ ആ ഫറവോന്റെ പിരമിഡിനേക്കാൾ കൂട്ടി നോക്കി, മിസ്രൈമിലെ ധനത്തെ കൂട്ടി നോക്കി, നാളെ വരാൻ പോകുന്ന പിരമിഡുകളെ തൂക്കി നോക്കി, അതെല്ലാം വലിച്ചെറിഞ്ഞിട്ട് ഇസ്രായേൽ മക്കളോട് കഷ്ടം അനുഭവിച്ചു. കാരണം ഇസ്രായേൽ മക്കൾ പോകുന്നത് ദൈവം വാഗ്ദത്ത നാട്ടിലേക്കാണ് പോകുന്നത്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതിനർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ ഈ ആയുസ്സിൽ തൂക്കി നോക്കേണ്ട ഉത്തരവാദിത്വം എനിക്ക് നിങ്ങൾക്ക് വ്യക്തിപരമായുണ്ട്. നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ്. ഹല്ലേലൂയ. ഇതൊക്കെ ഒന്ന് ഹൃദയത്തിലേക്ക് കയറണമെങ്കിൽ എനിക്കറിയത്തില്ല, എങ്ങനെ കയറുമെന്ന് എനിക്കറിയത്തില്ല. ഉള്ള കാര്യം പറയാം. ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിക്കണമെന്ന് നമുക്ക് കഴിയത്തില്ലത്. ഇത് അവരവരെ തീരുമാനിക്കേണ്ട, വ്യക്തിപരമായി തീരുമാനിക്കേണ്ട കാരണമാണ്. ഇതെല്ലാം നമ്മുടെ അകത്തേക്ക് എത്ര പറഞ്ഞാലും, ഇപ്പോൾ ഞാൻ പറയും 40 വർഷം പഠിപ്പിച്ചാലും കേട്ടാലും അതെല്ലാം കേട്ടാലും അതിന് ജീവനും ആത്മാവിനും പ്രാപിക്കുന്നില്ലെങ്കിൽ ഞാൻ പഴയ ഡിനിൽ തന്നെയാണ്.
ആദത്തിൻ്റെ പഴയ മകൻ തന്നെയാണ് നമ്മളല്ലേ. പക്ഷേ കേൾക്കുന്ന വചനങ്ങളൊക്കെ അത് ജീവനും ആത്മാവും പ്രാപിച്ചെടുത്ത് നമ്മൾ ആ പുതിയ ലോകത്തിന് വേണ്ടി, ഇളകാത്ത ലോകത്തിന് വേണ്ടി ഒരുങ്ങുകയാണെങ്കിൽ തീർച്ചയായും നമ്മളാ ബുദ്ധിമാന്മാരെന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവൻ്റെ കാര്യം ഇങ്ങനെ തന്നെയാണ്. കാരണം അവൻ ഈ ലോകത്തിലാണ് നിക്ഷേപിക്കുന്നത്. ഇതിന് ഫാഷനുണ്ട്. ഈ ലോകത്തെ കാര്യം പറയാം, എനിക്ക് അവിടെ ഇതുണ്ട് പറയാൻ കൊള്ളാം, ഫാഷൻ പറയാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് നശിച്ചു പോകുന്നതാണ്. ഈ ലോകത്തിൻ്റെ രൂപം ഒഴിഞ്ഞു പോകാൻ പോകുകയാണെന്ന കാര്യം മറന്നു പോകരുത്. വെളിപ്പാട് ദിവസം 21:4 പറയുന്നു, അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ എല്ലാം തുടച്ചു കളയും. ഇനി മരണമുണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തത് കഴിഞ്ഞുപോയി. ഈ ലോകം ഇത് കഴിയാൻ പോകുകയാണ്. ഇതില്ലാത്തൊരു ലോകത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കിയേ. സാത്താൻ ഉള്ളത് കൊണ്ട് ഇവിടുത്തെ പ്രശ്നം. കാരണം 1000 ആണ്ടിൽ 7 പീഡനകാലം കഴിയുമ്പോൾ സാത്താനെയും ശിങ്കിടികളെയും പിടിച്ച് അഗാധകൂപത്തിൽ ഇട്ട് കളയും 1000 വർഷത്തേക്ക്, ബോട്ടംലെസ് പിറ്റിലേക്ക്. 1000 വർഷം കർത്താവ് രാജാവായി ഭൂമി വാഴും. സന്തോഷം മാത്രം. കുഞ്ഞാട് പുല്ലിപ്പുലിയോട് കൂടിയൊക്കെ മേഞ്ഞ് നടക്കും അല്ലേ. അരിവാളും വടിവാളൊക്കെ അന്ന് പണിയായുധങ്ങളായി മാറ്റിയെടുക്കും. എത്ര വാക്കുകളാണെന്നറിയാമോ? മനോഹരമായ പഠനമാണത്. അന്ന് മാറിപ്പോവും. പക്ഷേ ജനങ്ങൾക്ക് സന്തോഷമാണ് അന്ന്. എന്നാലും അത്രയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. കാരണം ദൈവത്തെ വിശ്വസിക്കാത്ത, ആലയത്തിൽ വന്ന് ആരാധിക്കാത്തവൻ്റെ നാട്ടിൽ വയലിൽ വെള്ളം മഴ കൊടുക്കത്തില്ലെന്നൊക്കെ ദൈവം പറയുന്നുണ്ട്. അപ്പം അതിനർത്ഥം അത് അങ്ങനത്തെ കുർത്തക്കെട്ട എത്ര ദൈവം ഭരിച്ച് എത്ര സമൃദ്ധിയും സന്തോഷം കൊടുത്താലും അതിനിടെ ഈ സ്വഭാവമുള്ള ആൾക്കാർ അവിടെ ഉണ്ടെന്ന് വേദോസ് അടിവരായിട്ട് പഠിക്കുക. എന്നാലും കുഴപ്പമില്ല, വിടുക. ഇത്രയും സന്തോഷം ദൈവം മനുഷ്യരെ ഭരിക്കുന്ന ഒരു ലോകം, അത്രയും മനോഹരമായ ലോകമാണ്. ഇന്ന് ആരാ പറഞ്ഞത്? ആൾക്കാരുടെയൊക്കെ ശമ്പളം വെട്ടിക്കുറച്ചു, എന്നാൽ അരിക്കും ഒക്കത്തിനും വില കൂടി. ആരെന്ന് സംസാരിച്ചത് എവിടെയോ ഏതോ കടയിൽ പോയപ്പോൾ ശമ്പളം കുറവായില്ല, ശമ്പളം കുറഞ്ഞുകൊണ്ടിരിക്കുക. എല്ലാത്തിനും വില കൂടിക്കൊണ്ടിരിക്കുന്നു. ജീവിക്കാൻ പറ്റുന്നില്ല. ഇല്ല, നമുക്കറിയാലോ, നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തുമാകട്ടെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇതൊന്നും ഇല്ലാത്ത സമൃദ്ധമായി ഓരോ മുന്തിരിയൊക്കെ ഇത്രയും വലിപ്പം ഉണ്ടാകും. മറ്റേ കനാൽ ദേശത്ത് ചുവന്നുകൊണ്ടുന്ന പോലത്തെ അതിനേക്കാൾ അപ്പുറമായിരിക്കും 1000 ആണ്ടിൽ വരാൻ പോകുന്നത് അല്ലേ. അതൊക്കെ കണ്ട് സമൃദ്ധിയും സന്തോഷവും അനുഭവിക്കുന്ന മനുഷ്യൻ അവസാനം 1000 ആണ്ട് കഴിയാറാവുന്ന ദിവസത്തിൽ കർത്താവ് സാത്താനെ തുറന്നു വിടും. അവൻ വന്ന് എല്ലാവരുടെ ഹൃദയം വശീകരിച്ച് കർത്താവിന് നേരെ വടിവാളായിട്ട് വരും. ഞാൻ പറയാം, മനുഷ്യന് ഇത്രയേ ഉള്ളൂ. അവനകത്തേക്ക് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആ സാത്താനൊക്കെ മാറ്റിക്കളഞ്ഞിട്ട് ഒരു പുതിയ ലോകം കർത്താവ് ഭരിക്കാൻ കൊണ്ടുവരാൻ പോകുകയാണ്. അതുകൊണ്ട് ഒന്നാമത്തെ ഒഴിഞ്ഞു പോയിട്ട് കണ്ണുനീരും മുറവിളിയും ദുഃഖമില്ലാത്ത മനോഹരമായ ഒരു നാട് വരാൻ പോകുകയാണ്. അത് 1000 ആണ്ടിൽ പോലും ഞാൻ പറയത്തില്ല. കാരണം അവിടെ ശാപഗ്രസ്തമായ ഭൂമിയാണത്. ഒരിക്കൽ പോലും അവിടെ മാത്രം പോരാ. എനിക്കറിയാം, കാരണം ഞാൻ വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആഴമായ ക്ലാസ് ഉണ്ട്, 1000 ആണ്ടിനെ കുറിച്ചുള്ള ക്ലാസ് നമുക്കുണ്ട്. എന്നാൽ പോലും പറയാം, അതിനപ്പുറം വരാൻ പോകുന്ന ഇളകാത്ത രാജ്യമുണ്ട് അല്ലേ. അവിടേക്ക് കഷ്ടതയും മുറവിളിയും പട്ടിണിയിലെത്ത മനോഹരമായ നാട്, നിത്യമായി ജീവിക്കുന്ന നാട്. ഇതൊക്കെ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുക. ഇതൊക്കെ ആ പുതിയ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന പുതിയ യെരൂശലേം എന്ന് പറയുന്ന ആ മനോഹരമായ പട്ടണത്തിലേക്ക് ഞാനും നിങ്ങളും വാസം ആരംഭിക്കാൻ പോകുകയാണ്. കണ്ണുനീരില്ല, പട്ടിണിയില്ല, മുറവിളിയില്ല അല്ലേ. ആ മനോഹരമായ നാട്, അതൊക്കെ അത് കാണുകയും ആത്മാവിൽ ഗ്രഹിക്കുകയും നമ്മുടെ ഹൃദയത്തിലൊക്കെ എഴുതി വെക്കുകയും കൊത്തിവെക്കുകയും ചെയ്യുമ്പോഴാണ് ഈ ലോകത്തിലെ മോഹങ്ങളൊക്കെ നമുക്ക് ഒഴിഞ്ഞു പോകുന്നത്. ഇല്ലെങ്കിൽ അറിയാതെ ഫാഷൻ്റെ പുറകെ പോകും. ഞാൻ ഒരുപാട് ഓടിയതാ, ഒരുപാട് പണം കളഞ്ഞവനാ. അതുകൊണ്ടാണ് ഇത്രയും നെഞ്ചുരുക്കി പറയാൻ കാരണം നിങ്ങളോട്. കാരണം ഞാൻ വാങ്ങാത്ത വണ്ടികളുണ്ടാകത്തില്ല. പൈസ അന്നൊക്കെ അത്യാവശ്യം നല്ല വർക്കും കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിൻ്റെ പുറകെ ആൾക്കാർ വാങ്ങുമ്പോൾ അതിൻ്റെ പുറകെ പോവുകയാണ്. ഇതുപോലെ ഭജനൊക്കെ അറിയാം, മാസം 2-3 മാസത്തേക്കുള്ളിൽ ഞാൻ വണ്ടി ഉപയോഗിക്കാറില്ല. അപ്പോൾ അത് ബൈക്കുകളാണെങ്കിൽ ഇന്ന് കേൾക്കാത്ത ബൈക്കുകളൊക്കെ ഞാൻ ഉപയോഗിച്ചതാണ്, എല്ലാവർക്കും അറിയാം. പക്ഷെ പിന്നീട് കർത്താവ് പിടിച്ച് ഒന്ന് ഞെരുക്കിയപ്പോഴാണ് കാര്യം പിടുത്തം കിട്ടിയത്. ആ ഫാഷനൊക്കെ പതിയെ ഹൃദയത്തിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. ഇല്ലെങ്കിൽ ഇപ്പം പുതിയ വന്നാൽ നമ്മൾ അറിയാതെ നോക്കിപ്പോകും, അത് വേറെ കാര്യം. അകത്ത് ഈ അല്പം കൂടി കിടക്കുക അതൊക്കെ അല്ലേ. പിടിച്ചില്ലേ നിങ്ങൾക്ക്? ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതാ. ഹല്ലേലൂയ. ഒരുപാട് ഞാൻ അനാവശ്യമായി കളഞ്ഞ ആളാണ്. എന്തു പാകട്ടെ, വിട്ടുപോകുക. ഈ എഫെസ്യർ 2-ാം അധ്യായം 1 മുതൽ 3 പഠിക്കുമ്പോൾ നമുക്കറിയാം, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിലെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെ അനുസരിച്ചു പോന്നു.
അനുസരിച്ച് നടന്നു. എന്നിട്ട് പറയുക, അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു, ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കളായിരുന്നു നമ്മളെല്ലാവരും. എല്ലാവരും വചനം പറഞ്ഞു, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും, നമ്മളൊക്കെ മരിച്ചവരായിരുന്നു. മരിച്ചവർ അടക്കേണ്ടത് പറഞ്ഞില്ലേ? കാരണം മരിച്ചവർ, ജീവനോടെ കർത്താവിനെ അറിയാതെ ആത്മാവിൽ മരിച്ചുപോയവർ, ജീവിക്കുന്ന മരിച്ചു ആത്മാവിൽ മരിച്ചുപോയവർ, ശാരീരികമായി മരിച്ചവരെ അടക്കേണ്ടത് പറഞ്ഞു. അതുകൊണ്ട് ഇവിടെ പറയുക, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. എന്നിട്ട് പറയുക, അവയിൽ ആരാ? പണ്ട് നമ്മൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയിൽ ആകാശത്തിന്റെ അധികാരത്തിനും അനസക്കന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവരെയും നമ്മൾ ഒരു കാലഘട്ടത്തിൽ അനുസരിച്ച് ജീവിച്ചതാ. അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നതല്ലേ? ഒരു കാലഘട്ടത്തിൽ നമ്മൾ അവനെ അനുസരിച്ചും നമ്മുടെ ഉള്ളിൽ, നമ്മുടെ എന്താ പറയുക, ആകാശാധിപതിയായ നമ്മുടെ ഉള്ളിലും നമ്മൾ അവനെ അനുസരിച്ച് പോകുന്നതാ. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു നമ്മളെല്ലാവരും. അല്ലേ? രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മൾ അങ്ങനെയായിരുന്നു, കോപത്തിന്റെ മക്കളായിരുന്നു, ജഡത്തിന്റെ പുറകെ പോയവരായിരുന്നു, ജഡത്തിന്റെ മോഹങ്ങളിൽ നടന്നവരായിരുന്നു. മനോവികാരങ്ങൾ, ജഡവും ദേഹിയും കൂടി ചേർന്ന്, അല്ലേ? പഴയ മനുഷ്യനെ കുറിച്ച് പണ്ട് പഠിച്ചിട്ടുണ്ട്. ആരാ പഴയ മനുഷ്യൻ? പുതിയ മനുഷ്യൻ ആരാ? എൻ്റെ ദേഹി എൻ്റെ ആത്മാവിനോട് പറ്റിച്ചേർന്ന് ദൈവഹിതം അന്വേഷിക്കുന്നുവെങ്കിൽ അവൻ്റെ പേരാണ് പുതിയ മനുഷ്യൻ. എൻ്റെ ദേഹി, അവിടെ ഒരാളെ നിൽക്കുന്നല്ലേ, എൻ്റെ ദേഹി എൻ്റെ ശരീരത്തിന് ഇഷ്ടപ്രകാരം, അല്ലേ, ജീവിക്കുന്നുവെങ്കിൽ എൻ്റെ പഴയ മനുഷ്യൻ, ആ ജഡം, അല്ലെങ്കിൽ ജഡത്തിൻ്റെ ഇത്തിരി വ്യത്യസ്ത കാര്യങ്ങളുണ്ടത്. അപ്പോൾ എന്തുവാകട്ടെ, അത് നമ്മൾ മരിക്കുമ്പോൾ നിശ്ചയമെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഈ വാക്യം വായിക്കുമ്പോൾ ഇവിടെ നമുക്ക് രണ്ടാം വാക്യത്തിൽ പറഞ്ഞതുപോലെ ഈ കാലത്തിലെ കാലഗതിയിൽ നമ്മൾ നടന്നവരായിരുന്നു. ആകാശത്തിന് അധിപതിയെയും അനുസരിക്കേണ്ട മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനും അനുസരിച്ച് പോകുന്നവനായിരുന്നു എന്നാ മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അവിടെ ഇംഗ്ലീഷ് ബൈബിൾ, KJV ബൈബിൾ അറിയാം, കോഴ്സ് ഓഫ് ദിസ് വേൾഡ്. ഈ ലോകത്തിലൊരു കോഴ്സുണ്ട്. ഓക്കെ, എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? ഈ ലോകത്തിലൊരു കോഴ്സുണ്ട്. BA പഠിക്കില്ലേ, MA പഠിക്കില്ലേ, MBA പഠിക്കില്ല നമ്മൾ, +2 പഠിക്കുന്നത് പോലെ അതൊരു കോഴ്സാ. അത് പഠിച്ച് ജയിച്ച് അപ്പുറത്ത് വരില്ല. നമ്മളൊക്കെ എല്ലാവരും പഠിച്ചവർക്ക് എല്ലാവർക്കും അറിയാം. ഒരു BCom ചേർന്നു, അവൻ പഠിക്കുമ്പോൾ ആ കോഴ്സിൽ ചേരുക നമ്മളെല്ലാവരും. ആ കോഴ്സിൽ ചേർന്ന് ജയിച്ച് നമ്മൾ അപ്പുറത്ത് വരുമ്പോൾ ആ BCom എന്തൊക്കെ പഠിച്ചോ അത് മുഴുവൻ നമ്മുടെ തലയിലുണ്ടായിരിക്കും. പിന്നെ എൻ്റെ ആയുസ്സിൽ ഞാൻ 60 വയസ്സ് വരെ ജീവിക്കുന്നുവെങ്കിൽ 60 വയസ്സ് വരെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ BCom പഠിച്ച കാര്യമാണ്. അങ്ങനെയാണോ ഇല്ലയോ? എൻ്റെ എക്സാമ്പിൾ കറക്റ്റാണോ അല്ലേ? ഈ 3 വർഷത്തെ കോഴ്സിൽ ഞാൻ എന്താണോ അക്കൗണ്ടൻസിയും, അല്ലേ, ഒക്കെ പഠിച്ചത്, പിന്നീട് അത്ര വരെ പഠിച്ചെന്ന് വിചാരിച്ചു അത്ര ഉള്ളൂ. അല്ലെങ്കിൽ MCom പഠിച്ചു, ആ ഒരു കോഴ്സ് കൂടി ഞാൻ പഠിച്ചു, 5 വർഷം പഠിച്ചു. ആ MCom പഠിച്ച് ഞാൻ പിന്നെ എൻ്റെ 60 വയസ്സ് 80 വയസ്സ് കൂട്ടിക്കോ, പടുവൃദ്ധനായാലും ഞാൻ അതേ ചെയ്യത്തുള്ളൂ. കാരണം ഞാൻ ചെറുപ്പത്തിലെ നല്ല യൗവനകാലത്തിൽ പഠിച്ചത് ആ കോഴ്സാ. അങ്ങനെയല്ലേ? ഉറപ്പല്ലേ? അങ്ങനെയെങ്കിൽ കോഴ്സ് ഓഫ് ദിസ് വേൾഡ്, ഈ ലോകത്തിലൊരു കോഴ്സുണ്ട്. പിശാച് നമ്മെ പഠിപ്പിക്കുന്ന ഫാഷൻ ഓഫ് ദിസ് വേൾഡ്, ഫാഷൻ, ലോകത്തിലെ ഫാഷൻ നമ്മളെ പഠിപ്പിച്ച് കയറ്റിവിടുകയാണ്. പിന്നീട് അകത്ത് വന്നാൽ പിന്നെ പോകൂ. ആ കോഴ്സിൽ കൂടി കടന്ന് നമ്മൾ അപ്പുറത്ത് വന്നാൽ, ഞാൻ എൻ്റെ ജീവിതത്തിൽ പറയാം, ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ അകത്ത് വന്ന മോഹത്തെ പറിച്ചു കളയുവാൻ ഞാൻ ഒരുപാട് വിലയും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ പറഞ്ഞത്? എൻ്റെ അകത്ത് വന്ന ലോകമോഹം, അതിനെ പറിച്ചു കളയുവാൻ ഒരുപാട് വില കൊടുത്തിട്ടുണ്ട്. നമ്മുടെയൊക്കെ തോന്നുന്നു വിചാരിച്ച് വെറുതെ എന്താ പറയുക, റോട്ടിൽ കൂടി സഭയെ വന്ന് കൈയടിച്ചാൽ കിട്ടുമെന്നാ വിചാരിച്ചിരിക്കുന്നു. അല്ല, ഒരുപാട് വേദന, ഒരുപാട് അനുഭവിച്ചിട്ടാ അതൊക്കെ പറിച്ചു കളഞ്ഞത്. ഇല്ലെങ്കിൽ ഇവിടെ നിൽക്കത്തില്ല ഞാൻ. അതൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ലോകത്തിലെ കോഴ്സ് ഓഫ് ദിസ് വേൾഡ്, ഈ ലോകത്തിലെ കോഴ്സിൽ കൂടി പിശാച് നമ്മെ കയറ്റി വിട്ട് അപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ പിന്നീട് അവന് പിന്നെ ഒരു ജോലിയില്ല, അവനങ്ങ് മാറിപ്പോകും. പിന്നീട് പഠിച്ചത് ഞാനങ്ങ് പാടിക്കൊണ്ടിരിക്കുക. ഈ 60, 70, 90 വയസ്സ് വരെ ആ പഠിച്ചത് പാടിക്കൊണ്ടിരിക്കുക. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ ഇല്ലയോ? ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? ഈ നമ്മൾ ആ കോഴ്സ്, ഏത് കോഴ്സിലാണോ പഠിക്കുന്നത്, അത് കഴിഞ്ഞ് നമ്മുടെ ജീവിത അവസാനം വരെ നമ്മൾ ആ കോഴ്സിൽ ജീവിക്കത്തുള്ളൂ.
കാരണം അത് മുഴുവൻ നമ്മുടെ ബ്രെയിൻ മുഴുവൻ, നമ്മുടെ ഹൃദയവും മനസ്സൊക്കെ അതിലായിപ്പോയി. ഇതുപോലെ പിശാചി കോഴ്സ്, നമ്മുടെ ലോകത്തിലെ കോഴ്സിൽ കൂടി നമ്മുടെ ബാല്യത്തിൽ യൗവനത്തിലൊക്കെ ആ മോഹം കയറ്റിവിടും, ഫാഷൻ കയറ്റിവിടും. ആ കയറ്റിവിട്ട് എന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ എന്നെ അപ്പുറത്ത് കൊണ്ടുവന്ന്, ആ കോഴ്സ് കഴിഞ്ഞ് അപ്പുറത്ത് കൊണ്ടുവന്നാലുണ്ടല്ലോ, പിശാചി പറയും ഡിന്നിൽ പൊക്കോളാൻ പറയും. കാരണം ഇനി ആ പിശാചിന് എന്നിൽ ആവശ്യമില്ല. കാരണം എന്നെ പഠിപ്പിച്ച് വെച്ചിരിക്കുക, എന്നെ പഠിപ്പിച്ച് പാസ്സായി, ഫാഷൻ അല്ലേ, ബികോം പഠിച്ച് പാസ്സായി ഞാൻ ജയിച്ചിരിക്കുക. പിന്നെ ഞാൻ പറയുന്നത് മുഴുവൻ ഇതേ പറയത്തുള്ളൂ. അതുകൊണ്ട് കർത്താവ് നിന്നെ അനുഗ്രഹിക്കുന്നതൊക്കെ പറഞ്ഞ ആൾക്ക് കേട്ടില്ലേ, വാ തുറന്നാൽ ലോകം തരാൻ പോകുന്നു. കാരണം പഠിച്ചതാ. അതിലൂടെ പിശാച് അപ്പുറത്ത് വിട്ടവനെ. ഇനി അവൻ എത്ര പാടിയാലും ഈ ഒറ്റപ്പാട്ടേ പാടത്തുള്ളൂ. 90 വയസ്സ് വരെ പാടിയാലും. എത്രയൊക്കെ മനസ്സിലാവുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഈ കോഴ്സിൽ കൂടി പോയ ആൾക്കാരെ ഞാനും നിങ്ങളും ഗ്രഹിക്കുന്നുണ്ടോ സഹോദരങ്ങളെ? ഈ കോഴ്സിൽ കൂടി പോയവരാ. ഒരുപാട് പറിച്ചു കളയാൻ നമുക്കുണ്ട്. പാട്ടുപാടി കിട്ടുന്നതല്ല, 5 അധ്യായം ദിവസം വായിച്ചാലും കിട്ടുന്നതല്ല. ആ വായിച്ചത് എൻ്റെ അകത്ത് പൊങ്ങി വരും. എൻ്റെ മോഹങ്ങൾ പൊങ്ങി വരുമ്പോൾ, ലോകമോഹം പൊങ്ങി വരുമ്പോൾ, ആ വചനം പൊങ്ങി വരും. അവിടെ അനുസരിക്കുന്നുള്ള കാര്യം നോക്കുന്നുണ്ട് ദൈവം. എത്രയൊക്കെ മനസ്സിലാവുന്നുണ്ട്? ഹല്ലേലൂയ. ഓക്കെ. അപ്പോൾ ആ കോഴ്സിൽ നിന്ന് നമ്മൾ അവിടെയൊക്കെ മായ്ച്ചു കൊണ്ടിരിക്കുക. ഇപ്പം ബികോം പഠിച്ച് അക്കൗണ്ടൻസി, ഇൻകം എക്സ്പെൻസ് എന്നൊക്കെ പറഞ്ഞ് ആദ്യം നമ്മൾ എക്സ്പെൻസേ വായിക്കത്തുള്ളൂ. അതുകൊണ്ടല്ലേ നമ്മളൊക്കെ എക്സ്പെൻസേ വായിക്കത്തുള്ളൂ അല്ലേ. കർത്താവ് നമ്മളെ എന്താ പറയുക, എൻ്റെ എല്ലാ കടം വീട്ടി ബ്രദറെ. ഞാൻ പറഞ്ഞതൊക്കെ ക്ലിയർ ആണോ നിങ്ങൾക്ക്? അപ്പോൾ ഓരോ ലോകത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങളും പതിയെ അവൻ്റെ വചനമെന്ന് പറയുന്ന എറൈസർ കൊണ്ട്, റബ്ബർ കൊണ്ട് മായ്ക്കാൻ തുടങ്ങുക. നമ്മൾ ആ ലോകത്തിലെ കോഴ്സിൽ കൂടി കടത്തിവിട്ടതാണ് ഞങ്ങൾ. അവിടെ കാണാൻ കഴിയും, അക്കോർഡിംഗ് ടു ദ പ്രിൻസ് ഓഫ് ദ പവർ ഓഫ് ദ എയർ. ഈ ലോകത്തിലെ ആകാശ അധിപതിയായ പ്രിൻസ് അല്ലേ, നമ്മുടെ പ്രിൻസ് അല്ല, അവൻ പഠിപ്പിച്ച് എഴുതി വെച്ചിരിക്കുന്ന പ്രിൻസിപ്പിളായി അല്ലേ, ആ പ്രിൻസിപ്പിളായി എൻ്റെ അകത്ത് കുറിച്ച് വെച്ചിരിക്കുന്ന ബികോം എന്ന് പറയുന്ന ആ 3 വർഷം 5 വർഷത്തെ കോഴ്സ് എഴുതി വെച്ചത് നാം മായ്ച്ചുകൊണ്ടിരിക്കുക. നമ്മളൊക്കെ, ഞാൻ ബികോം വെച്ച് മായ്ച്ചല്ല പറയുന്നത്, ലോകത്തിൻ്റെ കോഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്ത് ചെയ്യാനുണ്ട്. നമ്മൾ ഇല്ലെങ്കിൽ നമ്മൾ പാടുന്നത് മുഴുവനും ഇതേ പാടത്തുള്ളൂ ഇല്ലേ. ഇപ്പോൾ എക്സാമ്പിൾ പറയാം, ദേഹം ദേഹി ആത്മാവും ഇല്ലേ, ആ പാട്ടില്ലേ, ആ പാട്ട് എഴുതുമ്പോൾ നല്ല പാട്ടാണ്, ഞാനും പാടാറുണ്ട്, നല്ല പാട്ടാണ്. പക്ഷെ ഓർക്കണം, ഇതും പാപത്തിൽ വീണ മനുഷ്യൻ്റെ പാട്ടാണ്. കാരണം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഓർഡർ തിരിഞ്ഞു. നമ്മൾ പണ്ട് ദേഹം ദേഹി ആത്മാവായിരുന്നു, എല്ലാം ദേഹം കഴിഞ്ഞ് ദേഹിയിലേക്ക് പിന്നെ ആത്മാവിൻ്റെ അവസ്ഥ കൊടുക്കത്തുള്ളൂ. പക്ഷേ ഇപ്പോൾ നമ്മൾ മാറി, ആത്മാവിൽ നിന്നല്ല ആരംഭിക്കുന്നത്, അങ്ങനെയല്ലേ? അല്ല, ആത്മാവിൽ നിന്നല്ല ആരംഭിക്കുന്നത്. യെസ്, യഥാർത്ഥ ക്രിസ്തു ചെയ്തത് ആത്മാവില, മറിഞ്ഞു വരണമായിരുന്നു. പക്ഷേ അവിടെയും നമുക്ക് ഞാൻ പാട്ടിനെ കുറ്റം പറഞ്ഞല്ലോ, ഒന്നും വിചാരിച്ചേക്കരുത്, ഒന്നുമല്ല. അവിടെയും നമുക്ക് ഒരുപാട് മാറ്റം വരാനുണ്ട്. നമുക്ക് ഈ സിസ്റ്റങ്ങൾ തലതിരിഞ്ഞു വരണം. നമുക്ക് ദേഹത്തിൽ നിന്നല്ല ആരംഭിക്കുന്നത്. പണ്ട് നമ്മൾ ലോകത്തിൽ കണ്ടു, കണ്ണിലൂടെ കയറി അല്ലേ, ദേഹിയിലേക്ക് വന്നു, മോഹം നിറഞ്ഞു, ആ കോഴ്സിൽ പഠിച്ചു പോകുകയാണ് നമ്മൾ. പക്ഷെ ഇപ്പം എല്ലാം മാറി. ഇപ്പോൾ തുടങ്ങുന്നത് മുഴുവൻ ആത്മാവിൽ നിന്നാ. ദൈവരായിത്വം എന്ന് വേണമെങ്കിൽ പറയാം, നമുക്ക് മറ്റു വിധത്തിൽ പറഞ്ഞാൽ ദൈവരായിത്വം എന്നാ. ആ ആത്മാവിൽ നിന്ന് ആരംഭിക്കുക. മറ്റേത് ഇവിടെ കണ്ണിൽ ദേഹത്തിലൂടെ ലോകത്തിൽ കണ്ണാൽ കണ്ട് ആ ഫാഷൻ അകത്തേക്ക് കയറി വരിക. ഇതെല്ലാം തലതിരിഞ്ഞു വരണം. നമുക്ക് നമ്മുടെ ക്രിസ്തീയത മറിഞ്ഞു വരണം. ജീവിതം വേണ്ടേ? കണ്ണിൽ കണ്ടതല്ല, ഇനി തിരിഞ്ഞ് ആത്മാവിൽ നിന്ന് കേൾക്കാൻ തുടങ്ങണം. നമ്മൾ അവിടെയൊക്കെ കയ്യിലൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ആത്മാവിൽ നിന്ന് സ്വരത്തിന് വേണ്ടി കാത്തിരിക്കും നമ്മൾ. അതാ ക്രിസ്തീയ ജീവിതം. മറിഞ്ഞ് വന്നേ മതിയാവും നമുക്ക്. അതുകൊണ്ടാണ് നമ്മൾ ഈ ലോകത്തിലേക്ക് പതിയെ പറിച്ചു കളയുമ്പോൾ വേദന എടുക്കും. കാരണം ഈ ക്ലാസ് എടുക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഒച്ചപ്പാടും ബഹളവും ആയിരിക്കുള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇത് കേൾക്കാൻ ആർക്കും ഇഷ്ടവുമില്ല ഈ കാര്യങ്ങൾ. ഇനി അല്പം കൂടി നമ്മൾ ചിന്തിക്കും, ഒരുപാടൊന്നും ഇല്ലെങ്കിൽ അല്പം കൂടി നമ്മൾ ആവശ്യത്തിന് മാത്രമുള്ള ക്ലാസ് നമ്മൾ ചിന്തിച്ചു പോകും. നമ്മൾ എന്തുവാകട്ടെ, ഈ ഒരു കോഴ്സിൽ നമ്മളെല്ലാം പഠിച്ച ആൾക്കാർ, ഞാനും നിങ്ങളൊക്കെ ഇതേ കോഴ്സിൽ, ഞാൻ 33.5 വർഷം, എന്നെ 33.5 വയസ്സിലാണ് കർത്താവിനെ പിടിച്ചത്. ആ 33.5 വർഷവും ഞാൻ ഈ കോഴ്സിൽ കൂടി കടന്നു പോയതാണ് അല്ലേ. പണ്ട് നമ്മൾ പറഞ്ഞു, നമ്മൾ എന്തിനാ പഠിക്കുന്നത് വെച്ചപ്പോൾ പണ്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്, STക്ക് പഠിക്കുക. നമ്മൾ ബികോമിനല്ല, BAക്കല്ല, നമ്മൾ STക്ക് പഠിക്കുക. ഈ ക്ലാസ് കേട്ടിട്ടില്ലേ നിങ്ങൾ? ഇവിടെ എടുത്തിട്ടില്ല ഞാൻ. നമ്മൾ STക്ക് സൺ ഓഫ് ഗോഡിന് പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ STക്ക് പഠിച്ചുകൊണ്ടിരിക്കുക, ബികോമിനല്ല, BAക്കല്ല. ഇതുപോലെ പണ്ട് നമ്മൾ ഈ പറഞ്ഞ സാത്താല് കോഴ്സ് പഠിച്ചതാണ് നമ്മളൊക്കെ. അത് എന്തെങ്കിലും പേരിട്ട് ഉണ്ടാക്കിക്കോ, കുഴപ്പമില്ല അല്ലേ. STക്ക് വരെ വേറെ എന്തെങ്കിലും ഇട്ടോ.
എന്തുമാകട്ടെ അതൊക്കെ നമ്മൾ തിരിച്ച് മറിച്ച് നമ്മൾ മായ്ച്ച് തിരിച്ചു കൊണ്ടുവരികയെല്ലാം ആത്മാവിലേക്ക് കൊണ്ടുവരിക എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് സഭാപ്രസംഗം 7:29 മനോഹരമായ വേദവാക്യം. ഞാൻ ഒരുപാട് ക്ലാസ് എടുത്തിട്ട് അതിനെക്കുറിച്ച്. സഭാപ്രസംഗം 7:29 ഒരു കാര്യം മാത്രം ഞാൻ കണ്ടിരിക്കുന്നു, ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു, അവരോ അനേക സ്തോത്രങ്ങൾ പറയാൻ തുടങ്ങിയെന്ന്. അങ്ങനെയല്ലേ? അതാ പറയുന്നത്. സൺഡേ മാത്രം സ്തോത്രം, ബാക്കി 6 ദിവസം വായിൽ സ്തോത്രമായിരിക്കും. നമ്മുടെയൊക്കെ ഒന്നും മിണ്ടിയില്ലല്ലോ അല്ലേ? സൺഡേ മാത്രം വായിൽ സ്തോത്രം, ബാക്കി 6 ദിവസം സൂത്രം. കാരണം മനുഷ്യനാകെ ഉള്ള ഹൃദയം. വല്ലപ്പോഴും വീട്ടിൽ പോയിട്ട് ഒറ്റക്കൊക്കെ ഇരുന്ന് ഹൃദയത്തിനൊക്കെ എടുത്ത് പൊക്കി നോക്ക്. ആരുമൊക്കെ ഇല്ല, ആരുമൊക്കെ വീട്ടിൽ ഭാര്യയില്ല, മക്കൾ ആരും ഇല്ല, TV ഒക്കെ വെച്ച് ഇരുന്ന് നോക്ക്. അപ്പം അറിയാം അകത്ത് ആ പഴയ മനുഷ്യൻ പൊങ്ങി വരുന്നത്. ഒക്കെ വിശുദ്ധന്മാരാ അല്ലേ? ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ പാപങ്ങളൊക്കെ നമ്മുടെ അകത്തേക്ക് വരുമ്പോൾ അകത്തുനിന്ന് പൊങ്ങി വരുന്നതൊക്കെ നമുക്കറിയാൻ കഴിയും. എത്രമാത്രം സൂത്രക്കാരെന്നറിയാമോ? ഈ നമ്മുടെയൊക്കെ വിചാരം അല്ലെ, എൻ്റെ കാര്യം നമ്മളെയൊക്കെ വീട്ടിൽ കയറ്റാൻ കൊള്ളുന്നതാണ് അല്ലേ? അതിന് പൊതുവെ കാണുന്ന സ്തോത്രമൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ നമ്മളൊക്കെ അത് ഒന്നുമല്ല. അകത്തു ഇനിയും സൗഖ്യമാക്കാൻ ഒരുപാടുണ്ട് നമുക്കൊക്കെ. എൻ്റെ കൂടെ ഉണ്ടല്ലോ നിങ്ങളെല്ലാവരും അല്ലേ? അപ്പം അതുകൊണ്ട് ഒരു കാര്യം മാത്രം ഞാൻ കണ്ടിരിക്കുന്നത്, ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു. നല്ല മനുഷ്യനായിട്ട് സൃഷ്ടിച്ചത്. പക്ഷേ അവരോ അനേക സൂത്രങ്ങൾ തേടിപ്പോയി. ഹല്ലേലൂയ! അനേക സൂത്രങ്ങൾ തേടിപ്പോയി. നമുക്കറിയാം, കടയിലൊക്കെ പോയാൽ നമ്മുടെ പോക്കറ്റിലുള്ളവർ മേടിച്ച് ലൂലുമാളിൽ പോയാൽ മതി. നിങ്ങൾക്ക് ഒരു ദിവസം ഞാൻ എൻ്റെ ഭാര്യയും കൂടി പോയതാണ്. ഈയിടക്കാ 7,900 രൂപ ഒരു ചെറിയ സാധനം മേടിക്കാൻ വേണ്ടി പോയതാ. എനിക്കറിയത്തില്ല എങ്ങനെ ഇതായെന്ന്. ഇനി ഞാൻ ജന്മത്ത് കൊണ്ടുപോകത്തുമില്ല, ഞാൻ വേണ്ടി മേടിച്ചു തന്നേക്കാന്ന് പറയൂ. 2-3 അനുഭവം എനിക്കത്. എന്നിട്ട് പഠിച്ചില്ലല്ലേ? കാരണം നമുക്കറിയില്ല, നമ്മളത് ആകർഷിപ്പിക്കുക, നമ്മൾ ലോകം ആകർഷിക്കുക. നമ്മളറിയില്ല, കാണുന്നതൊക്കെ നമുക്ക് വ്യഗ്രത അല്ലേ? അത്യാഗ്രഹം അങ്ങനെ വേണമെങ്കിൽ പറയല്ലേ? നമ്മൾ കാണുന്നൊക്കെ പെറുക്കിയിടുക. അവിടെ ചെല്ലുമ്പോൾ അറിയത്തുള്ളൂ അതുവരെ ബോധക്കേടാ നമുക്ക്. നീ കണ്ടിട്ടുണ്ടോ ബോധക്കേട്? മനസ്സിലായില്ലല്ലേ? ഞങ്ങൾ കഴിഞ്ഞ ഒരു ദിവസം ഒരാളുടെ വീട്ടിൽ പോയി. അവിടെ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ അവിടെ ഇരിക്കുക. അപ്പോൾ നമ്മളെപ്പറ്റി ഞങ്ങൾ ചെന്നു, അകത്തേക്ക് കയറി. അപ്പോൾ അവിടെ ആരും എഴുന്നേൽക്കുന്നില്ല. അവിടുത്തെ വീട് ഉടമസ്ഥ പോലെ എഴുന്നേൽക്കുന്നില്ല. ഞാൻ എന്തോ കാണാൻ കഴിഞ്ഞിട്ട് ഞാൻ ഷൈക്കാനെ കൊടുത്ത് ഞാൻ അവിടെ അപ്പുറത്തേക്ക് മാറിയെന്ന്. ഞങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? ഷൈക്കോട് ഞാൻ കാരണം നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ആൾക്കാരാണ്, പക്ഷേ നമ്മളെ സ്നേഹമുള്ള ആൾക്കാരാണ്, ബഹുമാനിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഞാൻ കയറി ചെന്നിട്ട് അറിയുന്നത് പോലുമില്ല. നോക്കിക്കൊണ്ടിരിക്കുക, ഇങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുക. അതിനർത്ഥം അറിയാമോ? അവിടെ വേറെ സ്പിരിറ്റ് വ്യാപരിച്ചിട്ട് അവർ ബോധം കെട്ടിരിക്കുക. മനസ്സിലാകുന്നില്ല നിങ്ങൾക്ക്? നമുക്കിഷ്ടമില്ലാത്ത ആൾക്കാർ നമ്മളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത് വേറൊരു സാധനമാണ്. അതിന് സ്പിരിറ്റ് അവിടെ വ്യാപരിച്ചിരിക്കുക. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ആ സ്പിരിറ്റ് വ്യാപരിച്ചിട്ട് അവരുടെ ബോധക്കേട് കളഞ്ഞു. ഇതാരാ വന്നത് പോലും അവർക്ക് മനസ്സിലാവുന്നില്ല. ഒന്നും ഞാൻ ചിലതൊക്കെ പഠിക്കാൻ ഒരുപാട് നമുക്കുണ്ടെന്നേ. നമ്മൾ ചില സന്ദർഭങ്ങളിലൊക്കെ ഇതുപോലെ എന്താ പറയുക, ആ വേറൊരു ആത്മാവിൻ്റെ പ്രവർത്തനം, ബോധക്കേട് വിട്ടുകൾ നമുക്ക് അറിയില്ല. ഇതുപോലെ ലൂലുമാളിക്കരെ ബോധക്കേടാ. പിന്നെ പുറത്ത് ATM കാർഡ് കൊടുത്തു കഴിയുമ്പോഴേ ബോധം വരത്തുള്ളൂ. ഉള്ള കാര്യം പറയാല്. അതുവരെ ബോധക്കേടാ നമുക്കൊക്കെ. ഇതുപോലെ ഒരുപാട് കേസുകളൊക്കെ, ബോധക്കെടുത്തുന്ന കേസൊക്കെ ഇഷ്ടംപോലെ നമ്മുടെ കൂടെയൊക്കെ ഉണ്ട് അല്ലേ? കർത്താവ് സഹായിക്കട്ടെ. പാടാൻ സമയമായി, നമുക്ക് പാട്ടുകാരൊക്കെ പോര്. അപ്പം അതുകൊണ്ട് ഈ ഒരു വാക്യം വായിച്ച് നമുക്ക് അവസാനിപ്പിച്ചേക്കാം. യോഹന്നാൻ ലേഖനം 2-ാം അധ്യായം 15-17 വാക്യങ്ങൾ നമുക്കറിയാം. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. നമ്മൾ പഠിച്ചതാ, ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹമില്ല അല്ലേ? ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നു എങ്കിൽ പിതാവിന് സ്നേഹമില്ല. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു അല്ലേ? ഒരു വചനം പറയുക, ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകാൻ പോകുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ആ ഫാഷനൊക്കെ നഷ്ടപ്പെടാൻ പോകുകയാണ്. ഞാനൊരു എക്സാമ്പിൾ പറയുക. മനോഹരമായൊരു ഷിപ്പാണ്. ആ ഷിപ്പ് നമുക്കറിയില്ലേ, ഒരു മനോഹരമായ ഷിപ്പാണ്. കാരണം ഇത് നല്ല രസം. അവർക്ക് ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മുടെ കൊച്ചി ഒരു വലിയ ഷിപ്പ് വന്ന് അടഞ്ഞതാണ്. എത്രയോ 12 നില 15 നില ബിൽഡിങ്ങാണ് അത്. ഷിപ്പ് 15 നിലയാണ്. അത് അത്രയും മനോഹരമാണെന്നറിയാമോ? അപ്പോൾ
ആ നിലയിൽ ആ ഷിപ്പിനകത്ത് 12,000 പേര് ടൂറിസ്റ്റുകൾ കാണും അല്ലേ, 500-ഓളം, അന്ന് ഓർമ്മ ശരിയാണ്, 500 പേര് സ്റ്റാഫുകളൊക്കെ ഉണ്ട്. മനോഹരമായതാ. അതിനകത്ത് മുഴുവനും എന്താ പറയുക, ആട്ടവും കൂത്തൊക്കെയാ. കാരണം വേറെ ഒന്നും ആവശ്യമില്ലല്ലോ. അവരതിനകത്ത് കയറിയിരിക്കുക, ഈ കപ്പൽ യാത്ര പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഈ കപ്പലിൽ അകത്ത് ഉള്ള സന്തോഷവും സമൃദ്ധിക്കകത്ത് നമ്മുടെ ബോധം കെട്ടുപോകും നമ്മളൊക്കെ അല്ലേ. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ തിരിച്ചു മറിച്ചു കൊടുക്കുവാൻ ഇതല്ല ബ്രദർ എന്ന് പറയാൻ അവിടെ ഇല്ല. കാരണം അവർ കൊടുക്കുന്ന മുഴുവൻ ഇതിനെ കൊടുത്തുകൊണ്ടിരിക്കുന്നു, ലോഹമോഹങ്ങളും അല്ലേ, ഇത് ആട്ടവും കൂത്തും പാട്ടൊക്കെ ആയിരിക്കും. പക്ഷേ ഒരിക്കൽ നമുക്കിങ്ങനെ അറിയാൻ പറ്റും, ഒരിക്കൽ ഒരു ടൈറ്റാനിക് കപ്പൽ ഇതുപോലെ നമുക്ക് ഇറങ്ങിപ്പോയി. എല്ലാവർക്കും അറിയാം ടൈറ്റാനിക് കപ്പലിനെ കുറിച്ച് അല്ലേ. മനോഹരമായ കപ്പൽ. അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്, ദൈവം വന്നാൽ പോലും ഇതിനെ മുക്കുവാൻ കഴിയത്തില്ലെന്ന് വലിയ അഹങ്കരിച്ച ആൾക്കാരായിരുന്നു ഇതുണ്ടാക്കിയ ആൾക്കാർ. എത്ര വലിയ മഞ്ഞുകട്ടയിൽ പോലും ഇടിച്ചാലും, എത്ര വലിയ എന്താ പറയുക, എന്താ ഈ സാധനമില്ലേ, തിരമാലകൾ അല്ലേ, തിരമാലകൾ ആഞ്ഞടിച്ചാലും ഈ കപ്പൽ മുങ്ങുകയില്ലെന്ന് ഉണ്ടാക്കിയവർ ശപഥം ചെയ്ത് പറഞ്ഞു കളഞ്ഞവർ. ഭയങ്കര പഴയ ചരിത്രത്തിലൊക്കെ ഉണ്ടത്. ദൈവത്തിന് പോലും താത്താൻ കഴിയില്ലെന്ന് ദൈവത്തെ പോലും വെല്ലുവിളിച്ചവരാണ് ഈ ടൈറ്റാനിക് കപ്പൽ ഉണ്ടാക്കിയ ആൾക്കാർ. എന്നാൽ ഒന്നാമത്തെ യാത്രയിൽ ദൈവത്തിനൊരു വിരൽ പോലും വേണ്ടി വന്നില്ല ആ കപ്പലെ പൊക്കിക്കളയുവാനായിട്ട്. അല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ പടത്തിൽ നോക്കി അറിയാൻ പറ്റും. എത്ര വലിയ മനുഷ്യൻ എത്ര അഹങ്കരിച്ചാലും ഒരു കാര്യം ഓർക്കണം, ദൈവത്തിനൊരു ഒരു വിരൽ പോലും വേണ്ട താത്തിക്കളയുവാൻ. പേമാരി ഒരു എന്താ പറയുക, ഒരു മഞ്ഞുകട്ട ഇടിച്ചാലും ഇത്ര വലിയ തിരമാല ആഞ്ഞടിച്ചാലും ഒന്നും മുങ്ങത്തില്ല. ദൈവത്തിന് പോലും താത്താൻ കഴിയില്ലെന്ന് വെല്ലുവിളിച്ച ആ കപ്പൽ ഒന്നാമത്തെ യാത്രയിൽ അത് മുങ്ങിപ്പോയെങ്കിൽ ഓർക്കണം, ഈ ലോകം അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുമെന്ന് പറഞ്ഞാൽ അത് ഒഴിഞ്ഞു പോയിരിക്കും. പറഞ്ഞത് ദൈവമാണ്. ഇതിന് ഫാഷൻ, ഇത് എല്ലാ ഫാഷനൊക്കെ ഇവിടെ ഒടുങ്ങിപ്പോകുമെന്ന് പറഞ്ഞാൽ ഒടുങ്ങിപ്പോയിരിക്കും. പറഞ്ഞവൻ ദൈവമാണ്, മനുഷ്യനല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് വേഗത്തിൽ നിർത്താം. അതുകൊണ്ട് ഈ ടൈറ്റാനിക് കപ്പൽ പോലെ ആകരുത് നമ്മുടെ ജീവിതം. കാരണം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ടൈറ്റാനിക് കപ്പൽ പോലെ നമ്മൾ ദൈവത്തെ ഒരിക്കലും വെല്ലുവിളിച്ചേക്കരുത്. കർത്താവേ, അങ്ങില്ലെങ്കിൽ എനിക്ക് നിൽക്കാൻ കഴിയത്തില്ല. കയ്യിൽ ഒരുപാട് സമ്പത്തും ഒക്കെ കാണുമായിരിക്കും, പക്ഷേ ഞാൻ ഇതിൽ ആശ്രയിക്കുന്നില്ല. ഇത് നീ തന്നു, ഇത് തിത്തിരി പക്ഷി പോലെ ഇത് എന്നെ വിട്ട് പോയേക്കാം ഒരു ദിവസം. എന്നാൽ ഒരു കാര്യം ഓർക്കണം, ഞാൻ നിന്നിൽ ആശ്രയം വെക്കുന്നു. അങ്ങനെ പറയാതെ ജീവിച്ചാൽ ഈ കപ്പലിന് സംഭവിച്ച പോലെ ഒരു ദിവസം നമുക്ക് സംഭവിക്കാനിടയുണ്ട്. ഹല്ലേലൂയ. ഈ ലോകമോഹം ഒഴിഞ്ഞു പോകും എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു പോകും. ഈ ഫാഷൻ ഒഴിഞ്ഞു പോകും. ഈ ഇവിടുത്തെ കോഴ്സുകളൊക്കെ ഒഴിഞ്ഞു പോകും. ഒഴിയാത്ത ഒന്നുണ്ട്,